എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇതേ സെമിനാറിൻ്റെ തുടർച്ചയായി ഒരു സംവാദമാണ് സംഘാടകർ നിർദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇന്ന് മലയാള ആനുകാലികങ്ങൾ മറിച്ചു നോക്കിയാൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന എഴുത്തുകാരികളിൽ 2 പേരാണ് നമ്മളോടൊപ്പം ഉള്ളത്. എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് വിജില ചിറപ്പാട്, കവിയാണ്. വലതുവശത്തിരിക്കുന്നത് ഡോക്ടർ ജിസ ജോസ്, കവിയുമാണ്. കവിത ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പ്രണയത്തിൻ്റെ പുസ്തകം, അതാണ് കവിതയുടെ പേര്. ജിസ ജോസിൻ്റെ ചെറുകഥകൾ ഒട്ടേറെ ഉണ്ട്. അവ സമാഹാരങ്ങളായി പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണശാലകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന പുഷ്പക വിമാനം ഇവിടെ ഉണ്ട്, അല്ലേ, ജിസയുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ സർവ്വ മനുഷ്യരുടെയും കൃപയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു സമാഹാരം, ചെറുകഥാ സമാഹാരം DC ബുക്സ് പുറത്തിറക്കി. പിന്നെ ജിസയുടെ ആദ്യ നോവൽ ഡാർക്ക് ഫാൻറ്റസി, പിന്നെ മുദ്രിത എന്ന് പറയുന്ന മറ്റൊരു നോവൽ, കൂടാതെ ആനന്ദഭാരം എന്ന് പറയുന്ന ഒരു നോവൽ, ഏറ്റവും പുതിയതായി ഇവിടെ ജൂലിയ പ്രത്യേകം എടുത്തു പറഞ്ഞ മുക്തിബാഹിനി. ഇങ്ങനെ ഒട്ടേറെ പുസ്തകങ്ങൾ ഉണ്ട്. ജിസയുടെ ഒരു കഥാസമാഹാരം 20ാം നിലയിലെ പുഴ, 20ാം നിലയിൽ ഒരു പുഴ, ഇങ്ങനെ ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. കൂടാതെ സ്ത്രീവാദ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്ന സൈദ്ധാന്തികമായിട്ടുള്ളൊരു കൃതിയുണ്ട്. അതല്ലാതെ ഒറ്റ ലേഖനങ്ങൾ സമാഹരിച്ചിട്ടുള്ള സ്വന്തം ഇടങ്ങൾ എന്ന് പറയുന്നൊരു പുസ്തകം കൂടി ഉണ്ട്. പിന്നെ എന്തോ ഇത്രയേ ഉള്ളൂ. അതെ, വിജിലയുടെ പുസ്തകങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം വളരെ നമ്മളെ തൊട്ട് നിൽക്കുന്ന കുറേയേറെ കവിതകളാണ്. ജൂലിയ 2 കവിതകളുടെ പേര് പറഞ്ഞിരുന്നു. ആ ടൈറ്റിലുകൾ തന്നെ നമ്മളെ സ്പർശിക്കും. അടുക്കളയില്ലാത്ത വീട് ഒരു കവിതാ സമാഹാരത്തിൻ്റെ പേരാണ്. അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല, മറ്റൊരു ഈ പറഞ്ഞ രാഷ്ട്രീയമൊക്കെ വരുന്നതിന് മുമ്പാട്ടോ ഈ ടൈറ്റിലുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുള്ള ഒരാളാണ് വിജില. അതുപോലെ പച്ചപ്പൊങ്ങു പൊരുവഴി, അതാണ് ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള സമാഹാരം. അതിനു മുമ്പ് വെറുതെ എന്നൊന്നില്ല, പിന്നെ പകർത്തി എഴുത്ത് വേറൊരു പുസ്തകം, ഒരെണ്ണോടെ ഉണ്ടല്ലോ. ഇത്രയുമാണ് വിജിലയുടെ പുസ്തകങ്ങളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. കവിതകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് ടീച്ചർ പറഞ്ഞു. കൈക്കല തുണികൾ, അല്ലേ? ആ കൈക്കല തുണികൾ, ആ കവിത ഞാൻ വിജിലയിൽ തുടങ്ങാം. പഠിക്കാനുണ്ട്, കുട്ടികളുടെ പാഠഭാഗമാണ്. ജിസയുടെ പഠിക്കാനില്ല എന്ന് തോന്നുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വെച്ചിട്ടുണ്ടോ? കിച്ചൺ റാക്സ് കവിതയുടെ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ സമകാലികരായ 2 എഴുത്തുകാരോടും നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ ചോദിക്കാനും പറയാനുണ്ടാവും. ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പോൾ ജിസ എൻ്റെ വളരെ അടുത്ത ഒരു ആത്മസുഹൃത്തും വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം ഞങ്ങൾക്കിടയിലുണ്ട്. നല്ല താല്പര്യത്തോടെ സാഹിത്യം വായിക്കുന്ന ഒരാളാണ് ജിസ, ആയിരുന്നു എല്ലാ കാലത്തും. അതുപോലെ തന്നെ ജിസ സ്കൂൾ കാലം മുതലേ കഥയെഴുത്തിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ്. യൂണിവേഴ്സിറ്റി തലത്തിലുമൊക്കെ സമ്മാനിതയാണ്. ഞാൻ പരിചയപ്പെടുമ്പോൾ ജിസ ഇങ്ങനെ കഥ എഴുതുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ജിസ മനോഹരമായ ഭാഷ ഉപയോഗിക്കുമെന്നും അതിൽ നിറയെ നർമ്മമുണ്ടെന്നും അതുപോലെ ചാട്ടുള്ളിയായിട്ടുള്ള ചില വിമർശനങ്ങളുണ്ടെന്നും വളരെ ക്യുക്വിറ്റി ആയിട്ടുള്ള ഒരാളാണെന്നും ഒക്കെയാണ് എനിക്ക് തോന്നിയിരുന്നത്. പിൽക്കാലത്തെ ജിസയുടെ എഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ മറഞ്ഞു കിടന്ന ഒരു ഭൂഖണ്ഡം വെളിയിൽ വരുന്ന ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ജിസയുടെ കഥ ദണ്ഡമോചനം മലയാളം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ആ കാലത്ത് ഇങ്ങനെ ഒരു കുറച്ച് കൊല്ലം ആയിട്ടുള്ളൂ. ആ വലിയൊരു അത്ഭുതമായിരുന്നു ആ കഥ വായിക്കുമ്പോൾ. ആ കാലത്തെ മിക്കവാറും ഒക്കെ തന്നെ കഥകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പലരും എഴുതുന്ന പലതരം കഥകൾ. ആ കഥയിലൊരു പ്രത്യേക പ്രദേശം ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണാം. അവിടുത്തെ സാമൂഹിക ബന്ധങ്ങൾ, ഇതൊക്കെ ഒരു കഥാകാരി പെട്ടെന്ന് ചെറിയ ഒരു വാക്കിലൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ തട്ടുതട്ടായി കിടക്കുന്ന ഭൂമി, അവിടെ പടർന്നു കിടക്കുന്ന ഒരുപാട് അല്ലെങ്കിൽ തൊട്ടാവാടികളും മുള്ളുകളും ഒക്കെ നിറഞ്ഞൊരു പ്രദേശം. അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു അമ്മയാണ്. അവരുടെ മകള് ആണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു. ദണ്ഡമോചനത്തിലെ ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ആ കൊച്ചു പെൺകുട്ടിയെ അമ്മ ജോലിക്ക് നിൽക്കുന്ന ആ വീട്ടിലെ പ്രായം ചെന്ന മുതിർന്ന യജമാനനായിട്ടുള്ള ആൾ ശാരീരികമായി അതിക്രമിക്കുന്നതാണ് കഥാതന്തു. ഇത് നമ്മൾ വേറെ പല കഥകളിലും ഒക്കെ തന്നെ വായിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികൾ നേരിടുന്ന ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രൻ്റെ തൽപ്പം അത്തരത്തിൽ ഒരുപാട് കഥകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇതെങ്ങനെ എഴുതുന്നു എന്ന് പറയുന്നത്
അപ്പം ഞങ്ങളുടെയൊക്കെ തലമുറയിൽ പലപ്പോഴായിട്ട് മുതിർന്ന പുരുഷന്മാരിൽ നിന്ന് വരുന്ന നോട്ടങ്ങൾ, ചെറിയ സ്പർശങ്ങൾ, അതേപോലെ ചില പരിഹാസങ്ങൾ, വേദനിപ്പിക്കലുകൾ, ഇത്തരത്തിൽ വരുന്ന ഇടപെടലുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാതെ ഉറഞ്ഞുകൂടി അടിയിൽ കിടക്കുന്നുണ്ട്. സ്ത്രീയായി ജനിക്കുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ എഴുതും എന്ന് പറയുന്നൊരു പ്രശ്നമാണ്. ഇതെങ്ങനെ എഴുതി ഫലിപ്പിക്കും? ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് ഭയങ്കരമായി എന്നെ നീറ്റുന്നൊരു, ആ കഥയ്ക്കകത്ത് നീറൽ എന്ന് പറയുന്നൊരു അനുഭൂതി ഉണ്ട്. അതിലൊരു മുളകൊക്കെ വരുന്നുണ്ട്. ആ കഥയുടെ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പരിസരത്തിൽ ഒരു നല്ല മുളക് ചെടിയുടെ ഒരു വർണ്ണനയുണ്ട്. ഭയങ്കര എരിവുള്ള ഒരു മുളക് ഉണ്ട്. ഈ മുളക് പറിക്കാനായി കുട്ടി പോയത്. മുളക് പറിച്ചിട്ട് അവൾ പെറ്റിക്കോട്ടിൽ ഇങ്ങനെ പെറ്റിക്കോട്ട് ഒരു എന്താ പറയുക, സഞ്ചി പോലെയാക്കി അതിൽ മുളക് പറിച്ചിട്ടിട്ട് പോകുമ്പോഴാണ്. അപ്പം അതിനെക്കുറിച്ചാണ് ഈ ഒരു അനുഭവത്തെ എങ്ങനെയാണ് ഇത്രയും ഇന്ദ്രിയപരമായിട്ടുള്ള അനുഭൂതിപരമായ ഒരു കാര്യത്തെ എങ്ങനെ എഴുത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റണമെന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ജിസയുടെ കഥകൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു ചങ്കിടിപ്പ് തന്നെ തോന്നും. ജിസ എഴുതണം അങ്ങനെ തൊട്ട് എടുക്കാം. അതുപോലെയാണ് നമ്മൾ മുളകിൻ്റെയൊക്കെ അടുത്ത് നിന്നാൽ തന്നെ നമുക്ക് നീറൂലേ, അല്ലെങ്കിൽ ഉള്ളിയൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ അത് തയ്യാറാണ്. നമ്മുടെ ശരീരം ഏതൊക്കെയോ ഓർമ്മകളിലൂടെ അതിലേക്ക് എത്തുകയാണ്, ഈ വേദനയുടെ നടുക്കത്തിൻ്റെയൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ജിസയ്ക്കൊന്ന് പറയാമോ? ജിസയുടെ ആദ്യ കഥ എന്നുള്ള നിലയ്ക്കും കൂടിയാണ് ഞാൻ ചോദിച്ചത്, പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കഥ. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു കഥ എഴുതിയിട്ട് അതെങ്ങനെ ഇപ്പോൾ ഉഷ പറയുമ്പോഴാണ് അത് അങ്ങനെയാണ് ഇവർ വായിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. അത്രയും നീറ്റലോടെയാണ് വായിക്കുന്നത് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അത് ഞാൻ സാറാ ജോസഫ് ടീച്ചറുടെ ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ. അപ്പോൾ ടീച്ചർ വളരെ സ്വാഭാവികമായിട്ട് ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞതാണ്. പെൺകുട്ടികളാണ് കൂടുതലുള്ളത്. അപ്പോൾ ടീച്ചർ പറഞ്ഞ ഒരു കാര്യം, ഒരു പെൺകുട്ടി പോലും ഒരു ലൈംഗിക ദ്യോതകമായിട്ടുള്ളൊരു സ്പർശം, നോട്ടം എന്ന് പറയുന്നത് ഏറ്റവും ലൈറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു സ്പർശമെങ്കിലും ഏറ്റവും അടുത്ത ആളുകളിൽ നിന്ന്, ഏറ്റവും കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഏൽക്കാതെ ഒരു പെൺബാല്യവും കടന്നു പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉഷ പറഞ്ഞ പോലെ എല്ലാ പെൺകുട്ടികൾക്കും അത്തരം എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവും. പലപ്പോഴും നമ്മളതിന് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. അത്തരം സ്പർശങ്ങൾ, അത്തരം ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് എത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ആൺകുട്ടികൾക്കും അതുണ്ടാവും, പക്ഷെ പെൺകുട്ടികളുടേതാണ് നമ്മളെപ്പോഴും കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ അതില്ലാതെ എപ്പോഴും കുട്ടികളെ, സ്ത്രീകളെ ഒരു ചരക്കായിട്ട്, ഉപഭോഗ വസ്തുവായിട്ട് കാണുന്ന, അത് വളരെ നോർമലായിട്ട് കാണുന്ന ആ ഒരു കാലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് മിക്കവാറും നോട്ടങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം സ്പർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അതിനപ്പുറത്തേക്ക് ഉണ്ടായിട്ടുണ്ടാവാം. എല്ലാവരുടെ ഓർമ്മകളിലും അത്തരം കുട്ടിക്കാല ഓർമ്മകളിലൊക്കെ അത്തരം എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കല്ലിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ കഥ എഴുതുമ്പോൾ എൻ്റെ ആദ്യത്തെ കഥയല്ല, പക്ഷേ കുറേ വർഷങ്ങൾ എഴുതാതിരുന്നിട്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇൻ്റർസോൺ അങ്ങനെയുള്ള മത്സരങ്ങൾ അവസാനിച്ചതോടെ കഥയെഴുത്ത് നിർത്തിയ ആളാണ്. അപ്പോൾ എന്തുകൊണ്ട് എഴുതാതായി എന്ന് നമ്മളോട് ആരും ചോദിക്കുന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകൾ എഴുതാതാവുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ എഴുതാതാവുമ്പോൾ അതിലാർക്കും വലിയ ആശങ്കയൊന്നുമില്ല. എന്നോട് എഴുതൂ എന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് എൻ്റെ അമ്മ മാത്രമാണ്. അമ്മ ഇങ്ങനെ വലിയ വലിയ ആളുകളെയൊക്കെയാണ് ഉദാഹരണമായിട്ട് പറയുക, KR മീര, രേഖ, അങ്ങനെയുള്ളവരൊക്കെ എഴുതുന്നുണ്ട്, നീ എന്താ എഴുതാത്തത്? അപ്പോൾ അവർക്കായിരുന്നു എന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞാനൊരു എഴുത്തുകാരി ആവും എന്നൊക്കെയുള്ള പ്രതീക്ഷ. പക്ഷെ ഞാനത് വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും ഒരു എഴുത്തുകാരിയും ഒരു അമ്മയും അധ്യാപികയും ഒക്കെ ആയിട്ടിരിക്കുക എന്നുള്ളത് ഇരട്ടി പണിയാണ്. അപ്പോൾ അത്രയും സ്ട്രെയിൻ എടുക്കാൻ വയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മാറും. ജോലി കിട്ടുന്നു, കല്യാണം കഴിക്കുന്നു, മക്കളുണ്ടാവുന്നു, അപ്പോഴേക്കും നമ്മുടെ ജീവിതം വേറെ ഒന്നായിട്ട് മാറും. അപ്പോൾ കഥയെഴുത്തും വായനയെങ്കിലും ഇതിൻ്റെ കൂടെ നഷ്ടപ്പെടാതെ കൊണ്ടുപോകാമെന്നുള്ളത് തന്നെ ഏറ്റവും ക്ലേശകരമായിട്ട് മാറും. അതിൻ്റെ കൂടെ എഴുത്തിൻ്റെ ഭാരം കൂടി താങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ ഇത്രയും ഒരുപാട് കാലം നമ്മളുടെ മുൻഗണനകളൊക്കെ മാറി, ഇനി എഴുതുന്നില്ല അല്ലെങ്കിൽ എഴുതാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള ഏകദേശം ഉറപ്പിച്ച് അങ്ങനെ ഞാൻ ആ ലോകത്തുനിന്ന് ശരിക്കും മാറി നടന്ന ആളാണ്. നല്ലോണം വായിക്കാം എന്ന് മാത്രം വിചാരിച്ചു. അതൊരു നഷ്ടബോധം ഉണ്ടായിരുന്നോ ചോദിച്ചാൽ അത് അന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു 2018 ആ ഒരു കാലമാകുമ്പോഴാണ് ഞാൻ ഈ ദണ്ഡവിമോചനം എന്നുള്ള കഥ എഴുതുന്നത്. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കുറേയധികം പ്രായം കുറച്ചപ്പുറത്തേക്ക് എത്തി, മക്കളൊക്കെ വലുതായി. നമ്മളുടെ ഇപ്പം നീ എന്തെങ്കിലും എഴുതുമ്പോൾ ഇത് നിൻ്റെ സ്വന്തം അനുഭവമല്ലേ എന്ന് ചോദിക്കുന്ന അത്തരം ചോദ്യങ്ങളെ ഭയപ്പെടാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയമില്ലാതെ എഴുതാം.
ഇപ്പോഴും ഞാൻ ആ ഒരു റിലാക്സേഷൻ അനുഭവിക്കുന്നുണ്ട് എഴുതുമ്പോൾ. ലൈംഗികതയെക്കുറിച്ചും അങ്ങനെ സെക്സ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം ഇതിനെക്കുറിച്ചൊക്കെ എഴുതുമ്പോൾ പണ്ട് രാജലക്ഷ്മിയും അങ്ങനെയുള്ള ഒരുപാട് എഴുത്തുകാരികൾ ഇത്തരം പ്രതിസന്ധികൾ അതിജീവിക്കാൻ പറ്റാതെ നിർത്തിയിട്ടുണ്ട്. രാജലക്ഷ്മിയൊക്കെ. മാധവിക്കുട്ടിയുടെ ഒരു കഥയുണ്ട്, ഒരു ചെറിയ കഥയുണ്ട്. ഒരു സ്ത്രീ എഴുതാൻ തീരുമാനിക്കുന്നു, പേപ്പർ കുളിച്ചൊരുങ്ങി പേപ്പറൊക്കെ എടുത്ത് വെച്ച് എഴുതാനിരിക്കുന്നു. പക്ഷെ എൻ്റെ എഴുതുമ്പോൾ ആദ്യത്തെ വരി എഴുതുമ്പോൾ തന്നെ അവൾക്ക് തോന്നും ഇത് ഇന്ന സംഭവമാണല്ലോ, ഇത് മറ്റേയാളെ പോലെ ഉണ്ടല്ലോ. അങ്ങനെ കഥാപാത്രങ്ങൾ അവൾക്ക് കിട്ടുന്നില്ല. കഥാപാത്രങ്ങൾ കിട്ടാത്തതല്ല, കഥാപാത്രങ്ങൾ ധാരാളം വരുന്നുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ആരുടെയെങ്കിലും ഒക്കെ ഛായ തോന്നുന്നു. അപ്പോൾ അത് എഴുതിയ പ്രശ്നമാവുമല്ലോ, അവർ കുഴപ്പമുണ്ടാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ അതൊക്കെ വെട്ടിക്കളയും. അവസാനം അവൾ ഓർക്കും, തലേ ദിവസം അവൾ ഹോട്ടലിലോ എവിടെ പോകുമ്പം ഒരു സ്ത്രീ വന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ കഥ എഴുതാറുണ്ട് അല്ലേ എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു. ആ സ്ത്രീ അവൾക്ക് അറിയേയില്ല. പക്ഷേ നിങ്ങൾ കഥ എഴുതാറുണ്ട് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ തലയാട്ടും. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, എന്നെപ്പറ്റി ഒന്നും എഴുതരുത് കേട്ടോ എന്ന് പറയും. അപ്പോൾ അപരിചിതയായ ഒരു സ്ത്രീ പോലും വന്ന് പറയുന്നത് എന്നെപ്പറ്റി ഒന്നും എഴുതരുതെന്നാണ്. അപ്പോൾ അവൾക്ക് എഴുതാൻ പറ്റുന്നില്ല, ഒരു വരി പോലും അല്ലെങ്കിൽ എഴുതിയത് മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് സന്ധ്യയായി വിളക്ക് വയ്ക്കാമെന്നും പറഞ്ഞിട്ട് അവളെ എഴുത്ത് നിർത്തിയിട്ട് പോകുന്നതാണ്. അപ്പോൾ മിക്കവാറും സ്ത്രീകൾ ഈ ഒരു പ്രതിസന്ധിയും അനുഭവിക്കുന്നുണ്ട്. എന്തെഴുതുമ്പോഴും ഇത് നിൻ്റെ അനുഭവം അല്ലേ എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ അനുഭവിച്ചതായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ. ഇത് ആണുങ്ങൾക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ലൈംഗികതയെക്കുറിച്ചൊക്കെ ഒരു പുരുഷൻ തുറന്നെഴുതുമ്പോൾ അത് അവൻ്റെ വളരെ അഭിമാനകരമായിട്ടാണ് അതിനെക്കുറിച്ച് പറയുക. അതേസമയം സ്ത്രീ എഴുതുമ്പോൾ അങ്ങനെയല്ല താനും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ രണ്ടാമതെന്നല്ല, ഞാൻ എഴുതാൻ തുടങ്ങുമ്പോൾ പണ്ട് ഞാൻ എവിടെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല, മത്സരങ്ങൾക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും അല്ലെങ്കിൽ എഴുതാൻ നിശ്ചയിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ നമ്മളെ അലോസരപ്പെടുത്താത്ത ഒരു മാനസികാവസ്ഥയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യസമേതം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുറന്ന് എഴുതാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് ഇപ്പോഴും സാധിക്കുന്നുണ്ട്. ആരെങ്കിലും വന്നിട്ട് ഇത് സ്വന്തം അനുഭവമാണോ ചോദിച്ചാൽ ആണെങ്കിൽ എന്ന് തിരിച്ചു ചോദിക്കാവുന്ന ഒരു ആത്മവിശ്വാസവും തൻ്റെ ഇടവും, അല്ലെങ്കിൽ അതിനെ വളരെ നിസ്സാരമായിട്ട് കണക്കാക്കാവുന്ന ഒരു തൻ്റെ ഇടം ആർജിച്ചതിന് ശേഷമാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. അത് ബോധപൂർവ്വം ആയിരിക്കില്ല, പക്ഷേ ഇപ്പോൾ എനിക്കതുണ്ട്, അല്ലെങ്കിൽ എഴുതാൻ തുടങ്ങിയ സമയത്ത് അതുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ എഴുത്തുകാരികളും ആദ്യം നേടിയെടുക്കണം നമ്മളുടെ പ്രത്യേകമായിട്ടുള്ള സാമൂഹിക സാഹചര്യങ്ങളിൽ ആദ്യം നേടിയെടുക്കേണ്ടത് ആ ഒരു ആർജവം തന്നെയാണ്. ഇതെൻ്റെ അനുഭവമാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഞാൻ എഴുതിയത് വായിച്ചാൽ മതി. അപ്പോൾ അത്രയും ആ ഒരു തൻ്റെ ഇടം എന്ന എല്ലാ അർത്ഥത്തിലും പറയാവുന്ന ആ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ പ്രത്യേക കഥയെക്കുറിച്ച് ചോദിച്ചാൽ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ ഒരു മലമുകളിൽ കുറച്ചു കാലം ജീവിച്ചിട്ടുണ്ട്. അവിടെയായിരുന്നു ഞങ്ങളുടെ വീട്. അപ്പോൾ ഒരുപാട് ദൂരം താഴെ ഇറങ്ങി നടന്ന് വന്ന് സ്കൂളിൽ വരണം, തിരിച്ച് അതേപോലെ മല കയറി വീട്ടിലെത്തണം. അപ്പോൾ ആ സാഹചര്യങ്ങൾ, ആ പശ്ചാത്തലം, ആ ഭൂപ്രദേശം അത് ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. അപ്പോൾ അവിടെ ഇത്തരം കഥാപാത്രങ്ങളെയൊക്കെ സങ്കല്പിക്കുക എന്നുള്ളത് ഒട്ടും പ്രയാസമുള്ളതായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വർഷങ്ങൾ, ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആ സ്ഥലത്തുനിന്ന് പോകുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പക്ഷെ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ എഴുതാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ വളരെ കാലം ഞാൻ ഇടുക്കി, അവിടെ മൂലമറ്റെന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ആ സ്ഥലത്തുനിന്ന് ഞാൻ വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. പിന്നെ ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിലൊക്കെയാണ് ജീവിച്ചത്. പാലക്കാട്, അതേപോലെ കോഴിക്കോട്, തലശ്ശേരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഇത് നമ്മളുടെ ഉള്ളിലുണ്ട്. ഈ സ്ഥലവും അവിടുത്തെ അനുഭവങ്ങളും അവിടുത്തെ ദൃശ്യങ്ങളും ഒക്കെ നമ്മളുടെ മനസ്സിലുണ്ട്, അവിടുത്തെ ഭാഷയും ഒക്കെ മനസ്സിലുണ്ട് എന്ന് മനസ്സിലാവുന്നത് നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോഴാണ്. വിജിലയോട് കുറേ കാര്യങ്ങൾ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വിജിലയുടെ കവിതകൾ പലപ്പോഴും നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ വളരെ പെട്ടെന്ന് സമവാക്യങ്ങളിലൂടെ, ഒരു പക്ഷേ ചില പ്രത്യേകതരം ക്യാപ്ഷൻസ് പോലെ നമുക്ക് തോന്നുന്ന ചില കവിതകൾ വിജില എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമ്മൾ ഞെട്ടി ഉണരുന്ന തരത്തിലുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് വിജിലയുടെ കവിതകൾ. ഒരിക്കലും ഒരു അനുഭൂതിയുടെ തഴുകലോ അതിൽ നമ്മൾ മയങ്ങിപ്പോകലോ ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ സമകാലികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ കവിതയിലേക്ക് കൊണ്ടുവരാൻ വിജില നടത്തുന്ന ശ്രമങ്ങൾ എങ്ങനെയാണ്? അതല്ലെങ്കിൽ അതിൽ ബോധപൂർവമായിട്ട് ശ്രമം ഉണ്ടോ? അല്ലെ വിജില അങ്ങനെ ഒരു വളരെ പൊളിറ്റിക്കലായിട്ട് എല്ലായ്പ്പോഴും സാമൂഹിക ചലനങ്ങളെ പിടിച്ചെടുക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനത്തെ ഒരാളാണോ വിജില? കവിതകളുടെ പൊളിറ്റിക്സ് ആണ് ടീച്ചർ ചോദിച്ചത്. അത് ബോധപൂർവം അല്ല, അബോധപൂർവം. നമ്മളെ എഴുത്തെല്ലാം ബോധപൂർവം എന്ന് പറയാൻ പറ്റില്ല, അബോധം കൂടിയാണ് ഈ കവിതയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. നിരൂപണത്തെക്കുറിച്ച് പറയുമ്പോൾ മാരാറ് പറയുന്ന നിഷ്പക്ഷ നിരൂപണം എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ പറയും പോലെ ആരുടെ പക്ഷത്താണെന്ന് ചോദിക്കുന്നുണ്ട്. അടി കൊള്ളുന്നവൻ്റെ പക്ഷത്താണോ
അടിക്കുന്നവരുടെ പക്ഷത്താണോ എന്ന്. അപ്പം നമ്മളെപ്പോഴും എന്താണ് ധാർമ്മികമായിട്ട് മൊറാലിറ്റിയുടെ എത്തിക്സിൻ്റെ പക്ഷത്തായിരിക്കും നിൽക്കുക. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ എഴുത്തുകളൊക്കെ ഞാനെന്താണ് സ്ത്രീയുടെ ഒരു അനുഭവ ലോകം ഉണ്ടല്ലോ, അവരുടെ അനുഭവങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നോക്കിക്കാണുന്ന ഒരാളാണ്. പല സ്ത്രീകളോടും സംസാരിക്കാനാണ്, അല്ലെങ്കിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ നല്ലൊരു യാത്ര ചെയ്യുമ്പം സ്ത്രീകളുടെ സംസാരങ്ങളൊക്കെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരുപാട് എല്ലാത്തിൻ്റെ ഒരു എന്താണ് നമ്മളുടെ അനുഭവങ്ങളുടെയും ഓർമ്മകളുടെയും ഒക്കെ ഒരു സ്വരുക്കൂട്ടലാണല്ലോ എഴുത്തെന്ന് പറയുന്നത്. അതിനെ ഒരു എസൻസ് ആക്കി മാറ്റുകയാണ്. അത് കവിതയിലേക്ക് ഞാൻ പരമാവധി അത് ക്യാപ്സ്യൂൾ രൂപത്തിലേക്ക് ആക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ടീച്ചർ ഏത് കവിതയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏത് കവിതകളൊക്കെ ഇപ്പം എനിക്ക് കാണിച്ചു തന്ന കവിത ചാറ്റ് വിത്ത് രാമ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ചാറ്റ് വിത്ത് രാമ, രാമനുമായിട്ടുള്ളൊരു സംഭാഷണമാണ്. സീത സംവദിക്കുന്നതാണ്. അത് വാൽമീകി സീതയല്ല, ചിന്താവിഷ്ടയായ സീതയല്ല, അത് കുറച്ചുകൂടി പുതിയ ലോകത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സീതയാണ്. ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന, സ്വന്തം പ്രൊഫൈൽ മാറ്റുന്ന, ചാറ്റ് ചെയ്യുന്ന സീതയാണ്. അപ്പോൾ അവളെ കുറിച്ച് അത് കവിത വേണമെങ്കിൽ വായിക്കണം എന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ വായിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. കുറച്ചുകൂടി ഫെമിനിസ്റ്റ് ബോധ്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ കവിത വായിച്ചപ്പോൾ BEd പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ടീച്ചറെ കല്യാണത്തിന് നിർബന്ധിക്കുന്നുണ്ട് വീട്ടിൽ. ഈ കവിതയാണ് എനിക്ക് ഒരു ഒരു ഊർജ്ജമാണ്, നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഊർജ്ജമാണ് ഈ കവിത എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒരു ഭയങ്കര എന്താ പറയുക, നമ്മൾ എഴുതിയതിൽ കാര്യമുണ്ടെന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ ഇത്തരം കവിതകളൊക്കെ എഴുതി തുടങ്ങിയപ്പോഴാണ്. ചാറ്റ് വിത്ത് രാമ. ചിന്താവശിഷ്ടം, അത് 3 ഖണ്ഡങ്ങളായിട്ടാണുള്ളത്. ഒന്ന് ചിന്താവശിഷ്ടം. ഉർവരമായ വാൽമീകി ആശ്രമത്തിലിരുന്ന് ലവനും കുശനുമൊപ്പവുമുള്ള പ്രൊഫൈൽ ചിത്രം ലൈക്കുകളാൽ നിറഞ്ഞപ്പോൾ സീത ആനന്ദക്കണ്ണീരിൽ ഒരു സെൽഫി എടുത്തു. അപരിചിത ചാറ്റുകളൊന്നും ജാനകിയെ ശല്യപ്പെടുത്തിയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിനം രാമൻ്റെ ഒരു സന്ദേശം സംശയക്കണ്ണോടെ ഉരുണ്ടുവന്നു. എന്താ പരിപാടി? ഞാനിപ്പോൾ നിൻ്റെ ഭാര്യയല്ല, നീ അതറിയേണ്ട കാര്യവുമില്ല. എന്ത് തർക്കുത്തരം പറയുന്നോ? ഒരവസരം കൂടി നിനക്ക് തരാം. എനിക്ക് താല്പര്യമില്ല. 7 വയസ്സുള്ളപ്പോൾ വേട്ടതാണ് എന്നെ. എനിക്കപ്പോൾ വിദ്യ അഭ്യസിക്കുന്നത് നിർത്തേണ്ടി വന്നു. 14 കൊല്ലം കാട്ടിൽ കഴിഞ്ഞപ്പോഴൊന്നും നീ ഇത് പറഞ്ഞില്ലല്ലോ. നീ ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ പഠനം തുടരാൻ തീരുമാനിച്ചു. ഇവിടെ വാൽമീകി മഹർഷി എല്ലാ സഹായത്തിനുമുണ്ട്. നീ ഇനി എൻ്റെ കാര്യം അന്വേഷിക്കണ്ട. 2 ചിന്താവീര്യം. സീതയുടെ വാക്കുകൾ രാമവാക്ഷരങ്ങളെ ഒരു തുള്ളി ജലതുല്യമാക്കി. നിങ്ങൾ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്, ഞങ്ങൾ സ്ത്രീകൾ അമിത ആത്മവിശ്വാസക്കാരാവുന്നത് പ്രണയക്കുട ചൂടിക്കൊണ്ടാണെന്ന്. നിങ്ങൾ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട്, ഞങ്ങൾ സ്ത്രീകൾ അമിത ആത്മവിശ്വാസക്കാരാവുന്നത് പ്രണയക്കുട ചൂടിക്കൊണ്ടാണെന്ന്. എന്നാൽ ഞാൻ തെറ്റു ചെയ്തില്ല. പിന്നെ തട്ടിക്കൊണ്ടു പോകാൻ തക്ക ന്യായമുണ്ട്. ശൂർപ്പണഖയുടെ മുല നീ മുറിച്ചില്ലേ? മാത്രമോ ലങ്കയിലെ 100 കണക്കിനു മരങ്ങൾ, ലതകൾ നിങ്ങൾ രാമലക്ഷ്മണന്മാർ മുറിച്ചു നശിപ്പിച്ചു. ദ്രോഹിയാണു നീ. പെൺസമൂഹം ഒറ്റക്കെട്ടാണ്. നിനക്കിനി ഒരു പെണ്ണിൻ്റെയും സ്നേഹം കിട്ടാതെ പോകട്ടെ. ഞാൻ ശപിച്ചു കഴിഞ്ഞു. എന്ത്? അങ്ങെന്നും ഭവാനെന്നും വിളിക്കാറുള്ള നിന്റെ ഭയഭക്തി ബഹുമാനം എവിടെ? അതോ ലങ്കയിലെ പെണ്ണുങ്ങൾക്ക് നാവുണ്ട്. സമത്വ പാഠങ്ങൾ അസുരരിൽ നിന്നാണ് പഠിക്കാനുള്ളത്. സാരമില്ല, ഞാൻ ക്ഷമിച്ചു. ഒരു ചാൻസ് കൂടി തരാം. ആത്മശുദ്ധി വരുത്തിയാൽ രാമഭഗ്നിയായി തുടരാം. പുരുഷൻ്റെ തണലിൽ കഴിയേണ്ട കാര്യം ഒരു പെണ്ണിനുമില്ല. അധികം സംസാരിക്കാൻ ഞാനില്ല. ബൈ ബൈ. ചിന്താസാരം. തെറ്റു ചെയ്യാത്ത പെണ്ണിനെ സംശയിക്കുന്ന പുരുഷന് സ്വസ്ഥത ഔട്ട് ഓഫ് റേഞ്ച്, മരണം വരേക്കും. ഇതാണ് ആ കവിത.
തയ്യാറായിട്ടല്ല വന്നിട്ടുള്ളത്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള സാധാരണ കുശലം എന്നുള്ള നിലയ്ക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ജിസ്സ കഥ എഴുതുമ്പോൾ നാളെ വേറൊരു ജിസ്സ കഥ എഴുതുന്നു, പുതിയ എഴുത്തുകാരികൾ വരുന്നു. എല്ലാവരും തന്നെ എന്താ പറയുക, സ്ത്രീ അനുഭവങ്ങളെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതെല്ലാം തന്നെയാണ്. പക്ഷെ ഞാൻ ജിസ്സയുടെ ആനന്ദഭാരം എന്ന് പറയുന്ന ഒരു നോവൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നി അത് വേറെ ആരും അതിലെ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിലെ നമ്മുടെ അനുഭവത്തിനകത്ത് വരുന്നതാണ്. അമ്മമാരും അതുപോലെ പെൺകുട്ടികളും ഒക്കെയായി ചേർന്ന് കുടുംബത്തിനകത്ത് നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഭക്ഷണം ഒരുക്കൽ, അതുപോലെ ചില വിശേഷ അവസരങ്ങളിൽ അവർ ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്, വളരെ കൗതുകത്തോടെ ചൊരുക്കൂട്ടി വെച്ച പൈസയെല്ലാം എടുത്ത് പാത്രങ്ങൾ വാങ്ങുന്നത്, ഇഷ്ടപ്പെട്ട പാത്രങ്ങളൊക്കെ വാങ്ങുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജിസ്സയുടെ കഥ എനിക്ക് തോന്നി പ്രത്യേകിച്ചും ജിസ്സയുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു റീടേക്ക് പോലെ തന്നെ ഒരു അല്പം പുറകോട്ട് പോയി, ചില വണ്ടിയൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ ചില ആളുകൾ ഓടാൻ വേണ്ടി പുറകോട്ടൊന്നാഞ്ഞിട്ട് ശക്തമായിട്ട് കൃത്യമായി ദിശ പിടിച്ച് കണ്ണിൽ കൂർപ്പിച്ച് വെച്ച് ലക്ഷ്യം കൂർപ്പിച്ച് വെച്ച് ഓടിപ്പാഞ്ഞ് ലക്ഷ്യത്തെ തൊടുന്ന പോലെ വളരെ മർമ്മഭേദിയായ രീതിയിൽ ജിസ ഈ കഥയ്ക്കകത്തെല്ലാം ഒരു തൊട്ട് മുന്നേ ഉള്ള തലമുറയിലേക്കും കൂടി ഒന്ന് വന്ന് ആഞ്ഞു നിന്നിട്ട് പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോണൊരനുഭവം. എല്ലാ കഥകൾക്കകത്തും ഈ മുൻ തലമുറയുടെ ജീവിതാനുഭവങ്ങളും അതിൽ നിന്ന് വരുന്ന ഒരുതരം എന്താ പറയുക പലതരം വേവലാതികൾ, ഉത്കണ്ഠകൾ ഒക്കെ തന്നെ ഇതിലേക്ക് കഥയിലേക്ക് വരുന്നുണ്ട്. ആനന്ദഭാരം വായിക്കുമ്പോൾ അത് തോന്നി, ആ അടഞ്ഞ മുറിക്കകത്തെ ആ മുറിയൊക്കെ ഇപ്പോഴും ഒന്ന് നമ്മൾ കണ്ണടച്ച ആ മുറി കാണാം. അമ്മ വയ്യാതെ കിടക്കുന്നത്, അതുപോലെ ഈ വിപിനനും ഇതിലെ നായികയും ഒക്കെ ചേർന്നുള്ള ആ വിവാഹത്തിൻ്റെ ആദ്യ ദിവസം, അവിടുത്തെ തിരക്ക്, ആ വീട്, അവിടുത്തെ ബന്ധുക്കൾ എല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു പ്രത്യേക ലോകം. ഇതെങ്ങനെയാണ് ജിസ ഒരു കഥയുടെ കാലത്തെ തീരുമാനിക്കുന്നത്? ഒരു നായികയിലൂടെ ഒരു കഥ പറയുമ്പോൾ അവരുടെ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാല പരിഗണന അല്ലെങ്കിൽ പരിധി എങ്ങനെ അതിലേക്ക് ക്രമപ്പെട്ടു വരുന്നു? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുറച്ച് കുഴക്കുന്ന ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു എഴുത്ത് നമുക്കങ്ങനെ കീറി മുറിച്ച് പ്രത്യേകിച്ച് ഒരു നിരൂപണം ലേഖനം എഴുതുന്ന പോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അത് ലേഖനമൊക്കെ ആകുമ്പോൾ നമുക്ക് വേണ്ട ഡാറ്റകൾ കളക്ട് ചെയ്ത് അതിനെ ക്രമീകരിച്ച് അടുക്കി പെറുക്കി എഴുതാം. പക്ഷെ മിക്കവാറും അങ്ങനെ അല്ലാത്തൊരു ഫിക്ഷൻ എഴുതുമ്പോൾ, കവിത എഴുതുമ്പോഴൊക്കെ നമ്മൾക്ക് ഈ അടുക്കും ചിട്ടയും പലപ്പോഴും കൈമോശം വരും. എനിക്ക് തോന്നിയിട്ടുള്ളതും എൻ്റെ എഴുത്തിൻ്റെ രീതി പലപ്പോഴും ഒരു പ്രത്യേക സംഭവം, ഒരു പ്രത്യേക കഥാപാത്രം അല്ലെങ്കിൽ ഒരു സന്ദർഭം, അതൊക്കെ മാത്രമായിരിക്കും ചിലപ്പോൾ തുടങ്ങുമ്പം കിട്ടുന്നത്. പിന്നെ അതിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. ചില ആൾക്കാർ പറയുന്ന കേൾക്കാം, വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു ബ്ലൂ പ്രിൻ്റൊക്കെ ഉണ്ടാക്കി അതിനുശേഷമാണ് അത് ഫൈനലായിട്ട് എഴുതുന്നതെന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. അത് മികച്ച എഴുത്തുകളായിരിക്കും, കൃത്യമായ എഡിറ്റിങ്ങും കൃത്യമായ പ്ലാനിങ്ങും ഒക്കെയുള്ള അത്തരം എഴുത്തുകൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ എഴുതാൻ പറ്റാറില്ല. ഞാൻ വിചാരിക്കുന്ന എല്ലാവരും അങ്ങനെ, കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു നല്ല രീതിയാണെന്നൊന്നും ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല. അങ്ങനെയാണോ എഴുതേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ വിചാരിക്കുക, ഞാൻ വൈകി എഴുതാൻ തുടങ്ങിയ ആളാണ്, എഴുത്തുകാരിയായേ മതിയാവൂ എന്നുള്ള ഒരു വാശിയും ഇല്ലാത്ത ഒരു സമയത്ത് എഴുതിയതാണ്. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എഴുതാൻ തുടങ്ങിയതാണ്. അത് മറ്റുള്ളവർ വായിച്ചു അംഗീകരിച്ചു അല്ലെങ്കിൽ അവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ഒരു ബോണസ് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും ഇത്ര എക്സ്ക്യൂസൊക്കെ എനിക്ക് ആവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എന്തെഴുതുമ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ തുടങ്ങുമ്പോൾ ഒരൊറ്റ ചെറിയൊരു കാര്യം മാത്രം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ആ നോവൽ എഴുതുമ്പോൾ ആനന്ദഭാരം എന്നുള്ള വേറെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അത് എഴുതാൻ തുടങ്ങുമ്പോൾ രത്നമേഖല എന്നുള്ളൊരു ആ സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ, അവൾക്കൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ ഒരു വൈകാരികമായ ബന്ധവുമില്ല, ഒരു അറേഞ്ച്ഡ് മാരേജ്, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മായിയമ്മ വീണ് പോകുന്നതാണ്. പിന്നെ അവളുടെ ജീവിതം മുഴുവൻ ആ സ്ത്രീയെ ശുശ്രൂഷിക്കാൻ നിർബന്ധിതയാവുന്നു. കാരണം നമ്മളുടെ വിവാഹം എന്നൊക്കെ പറയുന്ന അത്തരം ഭയങ്കര കെട്ടുറപ്പുള്ള സാധനങ്ങളാണല്ലോ, പെട്ടെന്ന് അഴിച്ചു കളയാൻ പറ്റില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മായിയമ്മ വീണുപോയി, കോമയിലായി. അപ്പോൾ അവളെ നോക്കേണ്ട ചുമതല ഇന്നലെ കയറി വന്ന പെണ്ണിന് തന്നെയാണ്, ഭാര്യയ്ക്കാണ്. അങ്ങനെയാണ് നമ്മളുടെ സോക്കോൾഡ് ആ വിശിഷ്ടമായിട്ടുള്ള കുടുംബത്തിനുള്ളിൽ സ്ത്രീകളുടെ സ്ഥാനം അതാണ്. അപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത ഒരു സ്ത്രീയെ ഇങ്ങനെ 10 വർഷം അവളുടെ മറ്റെല്ലാ ആനന്ദങ്ങളും മാറ്റിവെച്ച് ശുശ്രൂഷിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടി. ആ ഒരു അവസാനം അവൾ വീട് വിട്ടു പോകാൻ അവൾക്ക് തോന്നുന്ന പോലെ അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത്.
പക്ഷെ ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എഴുതി കഴിഞ്ഞപ്പോഴാണ് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഓരോരോ ചാപ്റ്ററുകളായിട്ട് പിന്നെ വന്നു ചേരുകയാണ് ചെയ്തത്. അവസാനം ഒരു എഡിറ്റിംഗ് മാത്രമാണ് ഞാൻ നടത്തുന്നത്. ഇപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ സ്ത്രീകൾ എഴുതുമ്പോൾ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന പോലെ ഞാൻ എഴുത്തുകാരുടെ ഇൻ്റർവ്യൂ ഒക്കെ വായിക്കുമ്പം പുരുഷന്മാരായ എഴുത്തുകാരുടെ ഇതൊക്കെ വായിക്കുമ്പോൾ അവരുടെ കൃതി, അവരുടെ കയ്യെഴുത്ത് പ്രതി ആ ഒരു സമയത്ത് തന്നെ അത് ഒരുപാട് ആൾക്കാർ വായിക്കുന്നുണ്ട്, സുഹൃത്തുക്കൾ വായിക്കുന്നുണ്ട്. അവർ ആമുഖത്തിൽ അത് പറയും. ഇപ്പം അടുത്ത് വന്ന ഒരു പുസ്തകം 30 ആളുകളാണ് വായിച്ച് അവരുടെ സജഷൻസൊക്കെ പറഞ്ഞ് 10 വർഷം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തതെന്ന് ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നു. അപ്പോൾ അതുപോലെ വളരെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരൊക്കെ അത് പറയുന്നുണ്ട്. ഈ പുസ്തകം വായിച്ച് തിരുത്തലുകൾ നിർദ്ദേശിച്ച ഇന്ന ആളുകൾക്ക് നന്ദി എന്നൊക്കെ പറയാറുണ്ട്. കഥ എഴുതുമ്പോഴും അവരങ്ങനെയാണ് ചെയ്യുക. ഒരു സാധാരണ നോവൽ മാത്രമല്ല, കഥ എഴുതുമ്പോഴും അത് ആ ഡ്രാഫ്റ്റ് ഒരുപാട് പേര് വായിക്കുന്നുണ്ട്, പലരുടെ കയ്യിലൂടെ പോകുന്നുണ്ട്. നേരത്തെ ഉഷ ടീച്ചർ പറഞ്ഞ ഒരു സ്വവർഗ സഹൃദയ മണ്ഡലം എന്ന് പറയുന്ന ഒരു സംഗതി, ഹോമോ സോഷ്യൽ എന്ന് പറയുന്ന ഒരു സംഗതി, അതൊക്കെ ഭയങ്കരമായിട്ട് പുരുഷന്മാരുടെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ കാര്യത്തിൽ വർക്കൗട്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അവരത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് ആളുകൾ വായിക്കുന്നു, അവരുടെ നിർദ്ദേശങ്ങൾ കിട്ടുന്നു. അപ്പോൾ അതിനുശേഷമാണ് അവരത് പ്രസിദ്ധീകരിക്കുന്നതിന് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഒരു സ്ത്രീ എഴുതുമ്പോൾ, എന്നെപ്പോലത്തെ ഒരു പുതിയ ആൾ എഴുതുമ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും ഇതൊന്ന് വായിച്ചു നോക്കുമെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ധൈര്യം വെച്ചാൽ അവരുടെ വിലപിടിച്ച സമയം നമ്മൾ അപഹരിക്കുകയാണല്ലോ എന്നുള്ളൊരു കുറ്റബോധമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് വായിക്കാനുള്ള ക്ഷമയും സമയവും അവർക്കും ഉണ്ടാവില്ല. അവർ നമ്മളെപ്പോലെ 4 ചക്രങ്ങളിൽ ഓടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും, ഞാൻ തന്നെ വായിക്കുന്നു, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു, പിന്നെ അത് വായിക്കുന്നത് പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷേഴ്സാണ്. അപ്പോൾ അവിടുത്തെ എഡിറ്ററാണ് അത് വായിക്കുന്നത്. അപ്പോൾ മിക്കവാറും സ്ത്രീകൾ അങ്ങനെയാണ് എഴുതുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും പലരും വായിക്കാനും തിരുത്താനും ഒക്കെയുള്ള, അല്ലെങ്കിൽ അത്തരം പ്രിവിലേജുകൾ കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എന്നെപ്പോലത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കഥ മുഴുവൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് അത് എഴുതി ഫലിപ്പിക്കുന്ന രീതി അല്ലാത്തത് കൊണ്ട് പലതരം പാളിച്ചകൾ വരാറുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ പുസ്തകമായി വന്നതിന് ശേഷമൊക്കെ എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുക. അപ്പോഴേക്കും അത് തിരുത്താനുള്ള സമയം കഴിയും. അപ്പോൾ എന്തായാലും ആനന്ദഭാരം പോലത്തെ ഒരു നോവലിൽ ഇപ്പോൾ ആ നോവൽ കുറേ പേര് ഭയങ്കര ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് പേടിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇപ്പം സ്വന്തം അമ്മ അല്ലെങ്കിൽ അത്രയും അടുപ്പമുള്ള ആളെയൊക്കെ നമ്മൾ ശുശ്രൂഷിക്കുമായിരിക്കും. അതുപോലും പക്ഷെ 10 വർഷം എന്നൊക്കെ പറയുന്നത് വളരെ നീണ്ട കാലയളവാണ്. എത്ര നിസ്വാർത്ഥരാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലൊക്കെ ഒരു നമ്മളുടെ ജീവിതം പ്രധാനമായിട്ട് കരുതുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഈ 10 വർഷമൊക്കെ വളരെ നീണ്ട കാലയളവാണ്. അപ്പോൾ ഈ കഥയിലെ നായികയെ പോലെ, രത്നമേഖലയെ പോലെ 10 വർഷം അവൾ അതിന് നിർബന്ധിതയാവുന്നു. അവൾക്ക് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, അവളെ അവിടെ സ്വീകരിക്കില്ല, കാരണം കല്യാണം കഴിച്ചു വിട്ടതാണ്. ഭർത്താവ് അവൾക്ക് വേണ്ട പരിഗണനയൊന്നും സ്നേഹമൊന്നും കൊടുക്കുന്നില്ല, കാരണം അയാൾക്കും പേടിയാണ്. ഇവള് പോയാൽ അമ്മയുടെ കാര്യം എന്താവും എന്നുള്ളത് അയാൾക്കും പേടിയാണ്. അയാളും നിസ്സഹായനാണ്. അയാളും വളരെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു പുരുഷനാണ്. ആണുങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, പെണ്ണുങ്ങളെ പേടിപ്പിക്കണം, ഭയപ്പെടുത്തണം, അവരെ അനുസരിപ്പിക്കണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആണുങ്ങളുടെ ഒരു പ്രതിനിധിയാണ് അയാളും. അപ്പോൾ അവർ തമ്മിലുള്ള ആ ബന്ധം, അതുപോലെ അവരുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ബന്ധം, ഒരു കുടുംബം, പരിമളം, അവരുടെ ആ റിലേഷനിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ഒരു എത്ര കാലം എന്നെനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഇത് അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീയുടെ മരണത്തിൽ അവസാനിക്കുന്നതാണ് എനിക്കും ആശ്വാസം, അവർക്കും ആശ്വാസം എനിക്ക് തോന്നിയത്. അപ്പോൾ എഴുത്തെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ ആസൂത്രിതമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ എഴുത്തില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് വളരെ വിരസമായിട്ടുള്ള, ഒട്ടും സുഖമില്ലാത്ത ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ ദിവസവും കടന്നു പോകേണ്ടി വരുന്നുണ്ട്. എല്ലാവർക്കും ആണും പെണ്ണെന്നുള്ള ഭേദമൊന്നും ഇല്ലാണ്ട് എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതലും ഉണ്ടാവും. അപ്പോഴൊക്കെ നമുക്ക് മാറിയിരിക്കാനൊരു സ്ഥലമാണ് ഈ എഴുത്ത്. ചില കഥാപാത്രങ്ങൾ, ചില സംഭവങ്ങൾ, ചില സ്ഥലങ്ങൾ, ഇതൊക്കെ നമ്മൾ ഭാവനയിൽ കാണുന്നു. ഒരു സമാന്തര ലോകം നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ആ ലോകത്ത് നമ്മളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. യഥാർത്ഥ ലോകത്തിൽ നമുക്ക് ഒരുപാട് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റിയെന്ന് വരില്ല, എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ മാറിയിരിക്കാനുള്ള ലോകത്ത്, അല്ലെങ്കിൽ ഈ സമാന്തര ലോകത്ത് നമ്മൾ തന്നെയാണ് ചക്രവർത്തി, നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തോന്നാറുണ്ട് എനിക്ക്. ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എനിക്ക്
പല ടെൻഷനുകൾ ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് അങ്ങോട്ട് പോകാനാണ്, ആ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ഒരു പൂർണ്ണമായിട്ട് എന്തെങ്കിലും എഴുതണം എന്നല്ല, കുറച്ചെങ്കിലും എഴുതുമ്പോൾ നമ്മൾ കുറേ നേരം വേറൊരു കഥാപാത്രമായിട്ട് വേറെ ആളുകളായിട്ട് മാറുന്നു, അവരുടെ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. അത് ഭയങ്കരമായിട്ടൊരു ആശ്വാസവും സുഖവുമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എഴുത്ത് ക്ലേശകരമാണ്, ഒരു നോവൽ എഴുതിയിട്ടൊക്കെ പൂർണ്ണ രൂപത്തിലാക്കുക എന്നൊക്കെയുള്ളത് കുറേ ബുദ്ധിമുട്ടാണ്. കുറേ എത്തുമ്പോൾ ഇത് എങ്ങോട്ട് പോകുന്നൊന്നും അറിയാണ്ട് നമ്മൾ തന്നെ കുഴങ്ങിപ്പോവും. പക്ഷേ അതേസമയം തന്നെ ആ അനിശ്ചിതത്വമൊക്കെ ഉണ്ടാവുമ്പോഴും അത് ഭയങ്കര ഒരു ആശ്വാസമാണ്. അത് വളരെ സന്തോഷകരവുമാണ്. ഇവിടെ എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും. എഴുത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു അപരലോകമാണ്. അങ്ങനെ ഒരു ലോകമുണ്ടെങ്കിൽ അതൊരിക്കലും കൈവിട്ട് കളയരുത്. കാരണം അതാണ് നമ്മളുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് തന്നെ ഞാൻ പറയും. ഭയങ്കര എന്താ പറയുക, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല. ജിസ് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു രോമാഞ്ചം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു കുടുംബത്തിലെ ആൾക്കാരെ പോലെയാണ് കഴിഞ്ഞത്. വേറെ തരത്തിൽ ഒരു സഹോദരി, നമ്മുടെ ഒരു സഹോദരി ഓർക്കാപ്പുറത്തൊരു റാങ്ക് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന, അതല്ലെങ്കിൽ അവർ ഭയങ്കര ഉയരത്തിൽ നിൽക്കുന്നു, വിശ്വസിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പുറന്തള്ളൽ, ഇങ്ങനെ ഉള്ളിലെ ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലായിട്ട് പലതരത്തിൽ പുറത്തേക്ക് ഇങ്ങനെ അത് പ്രസരിപ്പിക്കാൻ ജിസ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അതുപോലെ ഓരോ വരി വായിക്കുമ്പോഴും എനിക്കത് ഇപ്പോഴും ജിസയുടെ, ഞാൻ വിചാരിച്ചു ജിസ 1-2 പുസ്തകങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ചിലപ്പോൾ അങ്ങനെ തോന്നില്ലായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ജിസയുടെ ഒരു കഥ വരുന്നു അല്ലെ പുസ്തകം ഇറങ്ങുന്നു പറയുമ്പോൾ ഭയങ്കര ആകാംക്ഷയാണ്. എന്നിട്ടും എനിക്ക് മുക്തിബാഹിനി വായിക്കാൻ കുറേ സമയം എടുത്തു. ഞാൻ പുസ്തകം വാങ്ങിയിട്ടും കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസം കിട്ടുമ്പോഴേ എനിക്കത് തൊടാൻ പറ്റുള്ളൂ. ഒറ്റ സ്ട്രെച്ചിന് വായിക്കണം. അപ്പം നാക്കിൻ്റെ എന്തോ തിരക്കൊക്കെ ആയിട്ട് വായിക്കാൻ പറ്റിയില്ല. അപ്പം അത് ഭയങ്കര ഒരു ഊർജം തന്നെയാണ്, സംശയമില്ല. ജിസ ഇനിയും അത്തരം അപരലോകങ്ങളിലൂടെ ജിസ ഭാവിയിലെ എഴുത്തുകളായിട്ട് ജിസയ്ക്ക് എഴുതാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വിജിലയിലേക്ക് വരാം. വിജിലയുടെ കവിതകൾക്കകത്ത് നിറയെ മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. നാട്ടിൻപുറത്തെ പലതരം മനുഷ്യരെ, പല പ്രായത്തിലുള്ള, പല വിഭാഗങ്ങളിൽപ്പെടുന്ന, പല ജനുസുകളിൽപ്പെട്ട സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പല ആളുകളെയും പേര് വെച്ചുകൊണ്ട് തന്നെ വിജില ഇങ്ങനെ അവർക്കിടയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാം. അത്തരൊരു കവിത വിജില ഇപ്പം എന്നെ കാണിച്ചിരുന്നു. വിജില ആ കവിതയെക്കുറിച്ച് പറയുകയും അതേപോലെ അതൊന്ന് അതിനെ വിശദീകരിക്കുമോ, അതിൻ്റെ എഴുത്തനുഭവമൊക്കെ ആയിട്ട്? വരയാലൻകണ്ടി കല്യാണിയമ്മ, ധീരയാം വരയാലൻകണ്ടി കല്യാണിയമ്മ എന്നൊരു കവിത എഴുതിയിരുന്നു. അവരെന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒറ്റയ്ക്ക് ജീവിച്ച ഒരു സ്ത്രീയാണ്. ഇപ്പം ജീവിച്ചിരിപ്പില്ല. എനിക്ക് അവരെ കാണുമ്പോൾ അക്ക മഹാദേവിയാണ് ഓർമ്മ വരിക. അർദ്ധനഗ്നയായിട്ടുള്ളൊരു സ്ത്രീ. അവർ നിറയെ മുടിയൊക്കെ ഇങ്ങനെ മുന്നോട്ടിട്ടിട്ടാണ് ഇരിക്കുക. അങ്ങനെ മാരടം മറച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. മുണ്ട് മാത്രം എടുത്തിട്ട് സ്വന്തം ശരീരം അവർ ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ ആസ്വദിച്ച് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഏകാന്തത ആസ്വദിച്ച് ജീവിച്ചൊരു സ്ത്രീയാണ്. ധീരയായിട്ടുള്ള സ്ത്രീ എന്ന് തന്നെ പറയാം. അവർക്ക് മക്കളുണ്ട്, മക്കളുണ്ട്. എന്നിട്ട് പോലും അവർ കുറച്ച് സ്ഥലം മേടിക്കുകയും അവിടെ ഒരു കുടിലുണ്ടാക്കുകയും, അവിടെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് വളരെ ധീരയായിട്ടുള്ള, അവർ മാത്രവുമല്ല അവർ തിയേറ്ററിൽ പോയിട്ട് ഒറ്റയ്ക്ക് സിനിമ കാണുമായിരുന്നു. സിനിമ കാണുന്ന എല്ലാ സിനിമകളും കാണുമായിരുന്നു. ഈ പുരാണ സിനിമകളുണ്ടല്ലോ, വടക്കം വീരഗാഥ, അങ്ങനെയുള്ള കുറച്ച് ഈ പഴയ സിനിമകളുണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല അവർ കാണുന്നത്, ഷക്കീല സിനിമയും അവർ കണ്ടിരുന്നു എന്നുള്ളതാണ്. നമ്മൾക്ക് അവരെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവരുടെ കുട്ടിക്കാലത്തുള്ള അനുഭവം അങ്ങനെയായിരിക്കും. പ്രണയം അസാധ്യമായ ഒരു കുടുംബജീവിതമോ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതമൊക്കെ ആയിരിക്കും അവരനുഭവിച്ചിട്ടുണ്ടാവുക. അത് കവിതയിലാക്കിയപ്പോൾ അത് വളരെ സ്വീകാര്യത കിട്ടിയ ഒരു കവിതയാണ് ധീരയാം വരയാലൻകണ്ടി കല്യാണിയമ്മ. ഇനിയിപ്പോൾ സ്മാർട്ട് ഫോൺ ഉണ്ട്. സ്മാർട്ട് ഫോണിൽ നമ്മൾ നഗ്നത ആസ്വദിക്കുന്നു. സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്മാരുടെ മസിലാണെങ്കിൽ പോലും ആസ്വദിക്കുന്നവരുണ്ടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ അവസാനം എഴുതി നിർത്തുന്നത് ഇങ്ങനെയാണ്. കണ്ണാന്തളി പൂത്ത വഴിയിലൂടെ ഞാനിന്ന് കല്യാണി അമ്മയെ കാണാൻ പോയാൽ അവരെ ഞാൻ രഹസ്യമായി കണ്ട പൂവിടങ്ങൾ, തേനിടങ്ങൾ എല്ലാം അവർക്കും കാണിച്ചു കൊടുത്തേനെ എന്നാണ് ഞാൻ ആ കവിത അവസാനിപ്പിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു സ്ത്രീ അനുഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ദേവി എന്ന് പറഞ്ഞൊരു സ്ത്രീ, എൻ്റെ ഒരു സാങ്കല്പിക കഥാപാത്രം ആണെങ്കിൽ തന്നെയും ദേവി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട്. അവർ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പ്രായവ്യത്യാസം കൊണ്ട് ഒരുപാട് ഭർത്താവായിരിക്കുന്ന ആണ് എന്ന് പറയുന്നത് ഭയങ്കര പ്രായമുള്ള ഒരാളും ഇവർ ചെറുപ്പമായിട്ടിരിക്കുകയും ചെയ്യാണ്. ഒരുപാട് പെൺകുട്ടികളുള്ളൊരു ഫാമിലിയിൽ നിന്ന് ആ ദേവി എന്ന് പറഞ്ഞ ചേച്ചി
മുതിർന്ന ഒരു പുരുഷനെ കല്യാണം കഴിക്കേണ്ടി വരികയാണ്. പക്ഷെ അവരുടെ ലൈംഗികതയും അവരുടെ ലൈംഗിക താല്പര്യങ്ങളും ഒക്കെ വേറൊരു പുരുഷനായിട്ടാണ് സാധിക്കുന്നത്. അത് നാട്ടിൽ രഹസ്യമാണ്, പലർക്കും അറിയാം. ഞാൻ പക്ഷേ സാങ്കല്പിക കഥാപാത്രമാണെന്നും അവർക്ക് പൊള്ളി എന്നാണ്, അവർക്ക് പൊള്ളിയിട്ടില്ല, ശരീരം പൊള്ളിയിട്ടില്ല, പൊള്ളി എന്നുള്ളൊരു അനുഭവം വെച്ചിട്ടാണ് കവിതയിൽ എഴുതിയിട്ടുള്ളത്. അപ്പം അവരെ സമീപിക്കുന്ന പുരുഷൻ അവരെ തിരിച്ചു പോവുകയാണ്. പൊള്ളിയ ശരീരം കണ്ടിട്ട് തിരിച്ചു പോകുന്ന ആ നിരാശ. അപ്പം മേപ്പൊള്ളിയവരാരും ഇപ്പണിക്ക് പോകരുത് എന്നാണ് ആ കവിതയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ദേവിക്ക് ഭക്തരുമില്ല, ലോക്യക്കാരുമില്ല. പ്രണയത്തിന് ഞങ്ങളുടെ നാട്ടിൽ ലോക്യം എന്ന് പറയാറുണ്ട്. അപ്പം ഭക്തരുമില്ലാത്ത, ലോക്യക്കാരുമില്ലാത്ത ഒരു ദേവിയുടെ ഒരു എന്താ പറയുക, ലൈഫ് സ്കെച്ച് എന്ന് പറയാം. നമ്മളിപ്പം ഒരുപാട് സ്ത്രീകൾ ജീവിച്ചു മരിച്ചു പോകുന്നുണ്ട്, അവർക്കൊന്നും ചരിത്രമില്ല. അവർക്ക് കവിതയിലൂടെ ഒരു ചരിത്രം, പ്രാദേശികമായിട്ട് ഇങ്ങനെ അവർ ആ പ്രദേശത്ത് മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. പക്ഷേ കവിതയിലൂടെയോ കഥയിലൂടെയോ നമ്മളത് അവരെ കൊണ്ടുവരുമ്പോൾ, ഇപ്പം ജിസ ടീച്ചറിൻ്റെ മരണത്തിൻ്റെ താക്കോലൊക്കെ ഞാൻ വളരെ ആവേശത്തോടെ വായിച്ചൊരു കഥയാണ്. അതിലെ വല്യമ്മച്ചി എന്ന കഥാപാത്രം കുടിയേറ്റ ജീവിതം നയിക്കുന്ന സ്ത്രീകൾ, അവർ പുരുഷന്മാർ പറയുന്നിടത്തേക്ക് ആടുമാടുകളെ പോലെ പോവേണ്ടി വരികയാണ്. അപ്പോൾ അവരുടെയൊക്കെ ചെറുത്തുനിൽപ്പുകളും അതിജീവനങ്ങളും ഒക്കെയാണ് മരണത്തിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞൊരു കഥയിൽ ജിസ ടീച്ചർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ എഴുതാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതായത് സ്ത്രീകൾക്കിടയിൽ ജിസയുടെ മിക്കവാറും നോവലുകളിലെ പ്രധാന കഥാപാത്രത്തോട് ചേർന്ന് മറ്റൊരു സ്ത്രീയും ഉണ്ടാവും. അപ്പോൾ ഏറ്റവും അവസാനം വന്ന മുക്തിബാഹിനി ജിസയുടെ ഏറ്റവും നല്ലൊരു വർക്കായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലെ നായികയായിട്ടുള്ള നമ്മൾ കാണുന്നില്ല, അവർ നോവലിൻ്റെ ഒരു ആഖ്യാന പ്രതലത്തിലില്ല. അവർ പഴയ കഥയായിട്ട് അല്ലെങ്കിൽ പഴയ സംഭവങ്ങൾക്കകത്ത് മാത്രമേ അവരുള്ളൂ. അപ്പോൾ അതിൽ കഥ പറയുന്ന സമയത്ത് ഈ താര പ്രിയദർശിനിയും അതുപോലെ അവരുടെ അനുജത്തിയായിട്ടുള്ള ഒരേ കുടുംബത്തിൽ ഒരേ അമ്മയുടെ മക്കളാണ് താമര. ഈ രണ്ട് പേരുണ്ട്. ഈ രണ്ട് പേർക്ക് ഇവർക്കിടയിൽ വളരെ വ്യത്യാസമുണ്ട്. രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകളും ജീവിത താല്പര്യങ്ങളും നിലപാടുകളും ഒക്കെ വ്യത്യസ്തമാണ്, ജീവിതാവസ്ഥകളും വ്യത്യാസമാണ്. അപ്പോൾ സ്ത്രീകൾക്കിടയിലുള്ള ഇങ്ങനത്തെ വ്യത്യസ്തരായ സ്ത്രീകൾക്കിടയിലുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ജിസ എഴുത്തിലേക്ക് അങ്ങനെ ഒരേ കുടുംബത്തിലെ രണ്ട് വ്യത്യസ്തരായിട്ടുള്ള സഹോദരിമാരെ എങ്ങനെയാണ് ജിസയ്ക്ക് അത് കോയിൻ ചെയ്തെടുക്കാൻ പറ്റിയത്? രണ്ടാമത്തെ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ജിസയുടെ എഴുത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം തോന്നാനുള്ളൊരു കാരണവും അതാണ്. ജിസ ഒരു കഥാപാത്രത്തെയും ആദർശവൽക്കരിക്കുന്നില്ല. നാളിതുവരെയുള്ള പല സ്ത്രീ എഴുത്തുകളെ എടുത്തു നോക്കിയാൽ പലയിടങ്ങളിൽ നോക്കുമ്പോഴും നമുക്ക് ഏതെങ്കിലുമൊക്കെ കഥാപാത്രത്തെ എങ്ങനെയൊക്കെയോ ആദർശവൽക്കരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആരാച്ചാറിലെ ചേതന ഒരു തരത്തിൽ അത് വായനയ്ക്കിടയിലൂടെ നമ്മൾ ആദർശവൽക്കരിച്ച് പരിപാലിച്ച് കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രമാണ്. അതൊരു നായിക കേന്ദ്രിതമായിട്ടുള്ളൊരു കഥ തന്നെയാണ്. ജിസയുടെ കഥയ്ക്കകത്ത് അങ്ങനെയില്ല. സ്ത്രീകൾക്ക് ചുറ്റും പരിവേഷങ്ങളില്ല. അത് ഭയങ്കരമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് തന്നെയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നതെന്നാണ്. ഇതിന് രണ്ടിനോടുള്ള ജിസയുടെ ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ ആയിരിക്കും നമ്മളാണല്ലോ ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചിന്തകൾ തന്നെ ആയിരിക്കും അവരിലും ആരോപിതമാവുന്നതെന്ന് തോന്നുന്നു. സ്ത്രീകൾക്കിടയിലുള്ള ജലസി എന്ന് പറയുന്നത് സ്ത്രീകൾക്കെന്നല്ല മനുഷ്യർക്കിടയിലുള്ള എന്ന് ഞാൻ പറയും. ആണുങ്ങൾക്കിടയിൽ എപ്പോഴും പറയുമല്ലോ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് അസൂയാണെന്നൊക്കെയുള്ള മാതിരി കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ത്രീകൾ കൂടിയാൽ അവരുടെ അങ്ങനെ എന്തോ ഒരു ചൊല്ല് തന്നെയുണ്ട്. രണ്ട് സ്ത്രീകൾ കൂടിയ മൂന്നാമത്തെ സ്ത്രീയെക്കുറിച്ചായിരിക്കും അവർ സംസാരിക്കുക എന്നുള്ളത്. പക്ഷെ അത് എനിക്ക് ഒരു വ്യത്യാസവും ഇല്ല. അത് ആണുങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും അസൂയ, കുശുമ്പ് അങ്ങനത്തെ വികാരങ്ങൾ മനുഷ്യ സഹജമാണ്. അത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതല്ല. പക്ഷേ പെണ്ണുങ്ങൾക്കാണ് അത് ഉള്ളതെന്ന് ഇങ്ങനെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അസൂയ എന്ന് പറയുന്നത് വളരെ വളരെ നോർമലായിട്ടുള്ളൊരു വികാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അതാണ് നമ്മുടെ ഒരു ജൈവികതയുടെയും കൂടി അടയാളമാണ്. അപ്പോൾ ഒരേ വീട്ടിൽ ഒരേ സാഹചര്യങ്ങളിൽ വളരുന്ന രണ്ട് പെൺകുട്ടികൾക്ക് ഒരാൾക്ക് ഒരു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അവൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു, അവൾ കൂടുതൽ പ്രശസ്തയാവുന്നു, അവൾ കൂടുതൽ ഉന്നതങ്ങളിലെത്തുന്നു. അപ്പോൾ ഇതൊന്നും കിട്ടാത്ത രണ്ടാമത്തെ ആൾക്ക് മറ്റേ ആളോട് സ്നേഹമുണ്ട്, അതേസമയം തന്നെ ഒരു വിദ്വേഷവും അസൂയും ഒക്കെ അവളിലുണ്ട്. അത് തരം കിട്ടുമ്പോൾ ഒക്കെ അത് ചിലപ്പോൾ പുറത്ത് വന്നു എന്നും വരും. അപ്പോൾ അത് താമരയ്ക്ക് മാത്രമുള്ളതല്ല, താരയ്ക്ക് തിരിച്ചുമുണ്ട്. താമരയ്ക്ക് കിട്ടുന്ന അവസരങ്ങളോട് അവൾക്കൊരു പ്രണയലേഖനം കിട്ടുമ്പോൾ നോവൽ വായിച്ചവർക്കറിയാം, താര അത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. അയാളും ഞാനും തമ്മിൽ പ്രേമത്തിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളിൽ. അപ്പോൾ ഇത്
ഒരു പരസ്പര വിദ്വേഷം എന്നല്ല അതിന് പറയേണ്ടത്, പക്ഷെ അത് വളരെ മനുഷ്യ സഹജമായിട്ടുള്ള ഒരു വികാരമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ആദർശവൽക്കരിക്കാത്തതിൻ്റെ കാരണം അതും എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ആദർശവൽക്കരണങ്ങളോട് എനിക്ക് പൊതുവെ യോജിപ്പില്ല. അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അങ്ങനെ ഒരു ആദർശ കഥാപാത്രവും ലോകത്തില്ല. കഥാപാത്രം എന്നല്ല, മനുഷ്യർ ലോകത്തില്ല. ഒരാൾക്കും ഒരു 100% ആദർശവാനാവാൻ സാധിക്കില്ല. വളരെ സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സാധിക്കില്ല, തീർച്ചയായിട്ടും എന്നെപ്പോലെ തന്നെ ആയിരിക്കും മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നതും. അപ്പോൾ ആദർശ പരിവേഷമില്ലാത്ത സാധാരണ മനുഷ്യരെയാണ് ഞാൻ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നെപ്പോലെയൊക്കെ ചിന്തിക്കുകയും ഞാൻ കാണുന്ന ആൾക്കാരെ പോലെയൊക്കെ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന കഥാപാത്രങ്ങൾ. അതുകൊണ്ടായിരിക്കും അതങ്ങനെ ആവുന്നത്. മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അങ്ങനെ ആയി വരുന്നതാണ്. ഇവിടെ കേട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. നിങ്ങൾ ജിസയുടെയും ബിജിലയുടെയും ഒക്കെ രചനകൾ വായിച്ചിട്ടുണ്ടാവും. സംവദിക്കാനുള്ളൊരു അവസരമാണ്, ചോദിക്കാവുന്നതാണ്. വിജില കൈക്കല തുണികളെക്കുറിച്ചൊന്ന് പറയുമോ? ആ കവിത MG യൂണിവേഴ്സിറ്റിയിലും ഇവിടെയും എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അത് ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കവിത? ഒരു നാറാത്തേപ്പ് എന്നാണ് സംഗ്രഹത്തിൽ ആറ്റൂർ പറഞ്ഞത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ കവിത, അല്ലെങ്കിൽ തുടർച്ചയെന്നോ അതിനൊരു മറുപടിയെന്നോ ഒക്കെ സ്ത്രീ ജീവിച്ചതിൻ്റെ ഒരു ചരിത്രത്തെ അടയാളപ്പെടുത്തലാണ്, പച്ചയായ അടയാളപ്പെടുത്തലായിരുന്നു ആ കവിത. അത് പറയൂ. കൈക്കല തുണികൾ ഒരു എഡിറ്റിംഗ് പോലും നടത്താത്തൊരു കവിതയാണ്, ഒറ്റ ഇരുപ്പിന് എഴുതിയ കവിതയാണ്. ആ കവിതയെക്കുറിച്ച് പറയുമ്പോൾ പോലെ എനിക്ക് ഇമോഷണലി പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അത്രയ്ക്ക് ഒരു എന്താ പറയുക, എഴുത്ത് ജീവിതം ഞാനല്ലാതെ ജീവിച്ച ഒരു കാലത്ത് എഴുതിയതാണ്. അടുക്കളപ്പണികൾ, വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അമ്മായിയമ്മ ക്യാൻസർ ബാധിതയാണ്, അപ്പോൾ അവരെ നോക്കണം. അവരെയും കൊണ്ട് ജോലി കഴിഞ്ഞ് ഉടനെ വന്നപ്പോൾ അവർക്ക് പ്രശ്നമുണ്ട്, വേദനയാണ്, ഡോക്ടറെ കാണാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ ബാഗൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവരെയും കൊണ്ട് ഓട്ടോ പിടിച്ച് അവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടും. അങ്ങനെ ഞാനല്ലാതെ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു, വാടക വീട്ടിലെ ജീവിതം. അപ്പം വാടക വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു ലൈഫൊന്ന് മുറ്റടിക്കാതെ ഇരിക്കാൻ പറ്റില്ല, മുറ്റം അടിച്ചേ തീരൂ. അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, അകപ്പെട്ടു പോയ ഒരു ലൈഫ് ജീവിച്ച് ആ ഒരു സമയത്ത് എഴുതിയ കവിതയാണ്. അപ്പം ഇതിൽ മകൾ എന്ന് പറയുന്നുണ്ട്. മകൾ, അപ്പം പലരും ഈ കവിതയിൽ വിജിലയുടെ മകളാണ് ആ കുഞ്ഞുമോളെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പം അതുമാത്രമേ ഇല്ലാതെ ഉള്ളൂ കവിതയിൽ. അയഥാർത്ഥമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് മകൾ മാത്രമേ ഉള്ളൂ. കൈക്കല തുണികൾ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഉള്ളതാണ്. കൈക്കല തുണികൾ എനിക്ക് എപ്പോഴും വൃത്തിബോധമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഈ തിരക്കിനിടയിൽ ഭയങ്കരമായിട്ട് പെട്ടുപോയൊരു സമയത്ത് ഈ കൈക്കല തുണികൾ എൻ്റെ ദേഷ്യം മുഴുവൻ തീർത്തത് കൈക്കല തുണികളോടായിരുന്നു. കൈക്കല തുണികൾ കഴുകാതെ ഇട്ട് അതിങ്ങനെ പാറ പോലെ ഉറച്ച് വെക്കുന്നത് ഞാൻ നേരിൽ ഇങ്ങനെ കാണുക. ഇങ്ങനെ കട്ടിയായിട്ട് കഞ്ഞിവെള്ളമൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുമ്പോൾ ഭയങ്കര ഇതായിരിക്കും, കട്ടിയായിട്ടിരിക്കും. ആ റഫ്നെസ്സൊക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ട് തന്നെ എഴുതിയതാണ്. പിന്നീട് ആ കവിതകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു, പലതരത്തിൽ അത് വായിക്കപ്പെട്ടു. എന്താ പറയുക, ഇനിയൊരു കവിത പലരും പറയാറുണ്ട്, ഇനിയൊരു കവിത എഴുതിയില്ലെങ്കിൽ പോലും ആ കവിത അങ്ങനെ വായിക്കപ്പെടുമെന്ന്. ആ കവിത എസ് ജോസഫിനെ ഏതൊക്കെയോ അർത്ഥത്തിൽ ഓർമ്മിപ്പിക്കുന്നൊരു കവിതയും കൂടിയാണ്. ജോസഫ് സാറിൻ്റെ ഈ പാറ, ഒരുപാട് കവിതകളിൽ പാറയുണ്ട്. കൂടാതെ കറുത്ത കല്ല്, അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യകാലത്തെ ഒരു രംഗപ്രവേശം കുറിച്ച ആ സമാഹാരത്തിലൊരു കറുത്ത പാറയുടെ പുറത്ത് എനിക്ക് നിന്നുള്ളം തുളച്ചു പോകണം എന്നൊക്കെയുള്ള വരിയൊക്കെ ഉള്ള കവിതയിൽ പറയുന്നുണ്ട്. പാറ ഇങ്ങനെ ഒരു തുറസായ സ്ഥലത്താണ്. വിജിലയുടെ കവിതയിലെ ഈ പാറ ഇതൊരു വീടിനകത്ത് ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരിടത്ത്, അടുക്കളയിൽ ഏറ്റവും നാറുന്ന ഒരിടത്ത്, ഏറ്റവും അശ്രദ്ധമായിട്ടുള്ള എന്നാൽ എപ്പോഴും ഉപകരിക്കാവുന്ന ഒരു സംഗതിയായിട്ടാണ് ആ പാറ കിടക്കുന്നത്. പാറ പോലെ എന്നുള്ള അതിൽ തന്നെ പറയണത് പാറ. അപ്പം ഞാനിത് രണ്ടും കൂടെ ചേർത്ത് ഒരു സന്ദർഭത്തിൽ ഒരു ലേഖനം, ദളിത് സ്ത്രീ കവിതയെക്കുറിച്ചുള്ളൊരു ലേഖനത്തിൽ ഈ രണ്ട് സാമ്യങ്ങൾ, അവയുടെ താരതമ്യമൊക്കെ നടത്തിയതും ഓർക്കുന്നു. മഴയും, അതെ, മഴ വരുന്നത്, അങ്ങനെ വിജില ഒരുപാട് തരത്തിൽ ഇങ്ങനെ എന്താ പറയുക, വിജിലയുടെ കവിതകൾക്കകത്ത് ഇങ്ങനെ ഒരു കാൽപ്പനികേതരമായിട്ടുള്ള അല്ലെങ്കിൽ അകാൽപ്പനികമായിട്ടുള്ള, അതാ ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിലേക്ക് പെട്ടെന്ന് വാതിൽ കൊട്ടി തുറക്കുന്ന ഒരു തരം എഴുത്താണ് വിജിലയുടേത്. കുട്ടികൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും, ഈ വേദിക്ക് യോജിച്ചതായിരിക്കും. ചോദിക്കാനുള്ളത്, ഇപ്പോൾ മാധവിക്കുട്ടീൻ്റെ കാലത്ത് എഴുത്തെടുത്താലും ഇപ്പോൾ നളിനി ജമീലേൻ്റെ ആത്മകഥ വന്നാലും
അവർ തുറന്നെഴുതുമ്പോൾ സമൂഹം അവരെ ചിത്രീകരിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ പുരുഷന്മാർ തുറന്നെഴുതുമ്പോൾ സമൂഹം ആ രീതിയിൽ ചിത്രീകരിക്കുന്നില്ല. ഒരു പാറ്റേൺ ഉണ്ടല്ലോ തുറന്നെഴുതുമ്പോഴുള്ള ചിത്രീകരണത്തിന്. അപ്പോൾ ചോദ്യം ഇതാണ്, പുരുഷൻ തുറന്നെഴുതുമ്പോഴില്ലാത്ത എന്താണ് സ്ത്രീ തുറന്നെഴുതുമ്പോൾ ഉള്ളത്? അതിനെ ഒരു ചോദ്യം അത്. മറ്റൊന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോൾ പരിസ്ഥിതി കഥകൾ അല്ലെങ്കിൽ പെണ്ണെഴുത്ത്, ആണെഴുത്ത്, ദളിത് എഴുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എഴുത്തുകാരെ ആ രീതിയിൽ പ്രതിനിധീകരിക്കേണ്ടതുണ്ടോ? എഴുത്തുകൾ ഇപ്പോൾ പരിസ്ഥിതി കഥകൾ അല്ലെങ്കിൽ പെൺകഥകൾ, ദളിതരെ പ്രതിനിധീകരിക്കുന്ന കഥകൾ എന്ന് പറയുന്നതിന് പകരം പെണ്ണെഴുത്തുകാർ, അവർ കോമൺ ആയിട്ട് എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ മതിയില്ലേ? ഇനി ഭാവിയിൽ ട്രാൻസ് വുമൺ, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ LGBTQ വിഭാഗങ്ങളും വരും. അപ്പോൾ LGBTQI+ അവർ ഭാവിയിൽ അവരെഴുതാൻ തുടങ്ങിയാൽ നമ്മൾ ഈ ഫെമിനിസ്റ്റ് കൃതികൾ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകാർ എന്ന് പറയുന്നത് പോലെ അവരെ ഏത് പേരിട്ട് വിളിക്കേണ്ടി വരും? ആ ഭാവിയിൽ അവർ വരികയാണെങ്കിൽ അവരെ ഏത് രീതിയിൽ നിങ്ങൾ സ്വീകരിക്കുന്നു? രണ്ടുപേരും കൈയൊഴിഞ്ഞു. നല്ല ചോദ്യമായിരുന്നു കേട്ടോ, രണ്ടും നല്ല ചോദ്യം തന്നെയാണ്. പിന്നെ എന്താ പേര്? ഗീതാഞ്ജലി. അതായത് ഈ ചോദ്യം കുറേ നമ്മൾ എല്ലാ കാലത്തും വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഗീതാഞ്ജലിക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും എഴുത്ത് വായിക്കുമ്പോൾ ഇതിനകത്ത് ഒരാളുടെ അനുഭവം. ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഇപ്പുറത്തൊരു പുരുഷ എഴുത്തുകാരൻ ഇരിക്കുകയാണെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് ഒരു സുഭാഷ് ചന്ദ്രൻ ഇവിടെ ഇരിക്കുന്നു. വിജില ചെറുപ്പാടല്ല ഇവിടെ ഇരിക്കുന്നത്, സുഭാഷ് ചന്ദ്രനാണ് ഇരിക്കുന്നത്. ഞാനിവിടെ ഇരിക്കുന്നു. ഞാൻ വളരെ എന്താ പറയുക, ഞാനിപ്പോൾ സ്ത്രീപക്ഷ നിരൂപണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ടിരിക്കുകയാണല്ലോ. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് വളരെ ഇതായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കൽ സ്വാഭാവികമല്ല. കാരണം എൻ്റെ ഈ 53 കൊല്ലത്തെ ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇടതുവശത്തൊരു പുരുഷനിരിക്കുമ്പോൾ വളരെ ഭവ്യതയോടുകൂടി, പ്രത്യേകിച്ചും എൻ്റെ ശരീരഭാഷ, സാരിയൊക്കെ ഇങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ഞാൻ ചിട്ടപ്പെട്ട് വന്നിട്ടുണ്ടാവുക. അത് ആ ഒരു നമ്മുടെ ശരീരത്തിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. ഒരു സ്ത്രീകളുടെ ഇടയിൽ സ്ത്രീകൾ മാത്രമായിരിക്കുമ്പോൾ എടുക്കുന്ന ശരീരഭാഷയല്ല പുരുഷന്മാർക്കിടയിൽ സ്ത്രീകൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും പുരുഷനും സ്ത്രീകൾക്കിടയിൽ ഇരിക്കുമ്പോൾ ശരീരഭാഷയിൽ വ്യത്യാസമുണ്ട്, അത് വേറൊന്നാണ്. എന്തുതന്നെ ആവട്ടെ. അപ്പോൾ ഗീതാഞ്ജലി ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇങ്ങനെ എഴുത്തിൽ പെണ്ണ് അല്ലേ? അതല്ല, രണ്ടാമത്തെ ചോദ്യമാണതല്ലേ? ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? തുറന്നെഴുത്തിനെ പറ്റിയിട്ടായിരുന്നു ആദ്യത്തെ ചോദ്യം. അത് ജിസാന് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. പല രീതിയിൽ ഞാനും അതിന് നേരത്തെ പ്രഭാഷണത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കാണോ ഓപ്പറേഷൻ ഉള്ളത്, ആർക്കാണോ അടിച്ചമർത്തൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒതുക്കലുകൾ അനുഭവിക്കുന്നത്, അത് അവരുടെ അനുഭവമാണ്. ഒരു കുളിമുറിയിൽ ഒരു സ്ത്രീ ഒളിഞ്ഞു നോക്കപ്പെടുകയാണെങ്കിൽ അത് ആ സ്ത്രീയുടെ അനുഭവമാണ്. വീടിനകത്ത് അടച്ചുറപ്പുള്ള കുളിമുറി ഉണ്ടാവുക, അവിടെ സുരക്ഷിതമായി ജീവിക്കുന്ന, ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്ന സമ്പന്നയായിട്ടുള്ള മധ്യവർഗ ജീവിതം നയിക്കുന്ന ഒരു യുവതിക്കുണ്ടാകുന്ന പോലെയല്ല ഒരു പക്ഷേ ചേരിയിലോ കോളനിയിലോ അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ അങ്ങനത്തെ കുളിമുറിയിൽ കുളിച്ചിട്ടുണ്ടാവണം. അങ്ങനത്തെ കുളിമുറിയിൽ ഞാൻ കുളിച്ചിട്ടുണ്ട്. വാതിൽ ഉറപ്പില്ലാത്ത സ്ഥലത്തിരുന്ന് കുളിക്കാൻ പറ്റാണ്ട് കുളിക്കാതെ പറ്റിയുമില്ല, കുളിക്കുകയും വേണം. അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ നിമിഷവും അത് മനസ്സിലാക്കാൻ പറ്റും. അനുഭവങ്ങളാണ് ഈ എഴുത്തിനകത്തെല്ലാം. നമ്മുടെ സ്വത്വത്തെ രൂപീകരിക്കുന്നത് അനുഭവങ്ങളാണ്. അപ്പം നമ്മളെ ഒരാൾ ഇങ്ങനെ വരുമ്പോൾ അയാൾ നോക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബസ്സിലേക്ക് കടന്നു വരുന്ന ആണായിട്ടുള്ള ഒരു യാത്രക്കാരൻ തൻ്റെ മേലെ ഉരസാൻ സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ട് ശരീരം ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് നിന്നിട്ടുള്ള തലമുറയിലെ ആളുകളാണ് നമ്മളെല്ലാം. അപ്പം അതുകൊണ്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ സ്ത്രീ അനുഭവങ്ങൾക്കകത്ത്, ശരീര അനുഭവങ്ങൾക്കകത്ത്, തുറന്നെഴുത്തിനകത്ത് ഇത്തരം പുരുഷന്മാരെ നോക്കുന്ന ഒരു നോട്ടം കൂടി കലർന്നിരിക്കും, ഇല്ലേ? ഗീതാഞ്ജലിക്ക് ഒരു പപ്പടം തന്നു, കൂട്ടുകാരന് 3 പപ്പടം കൊടുത്തു. ഗീതാഞ്ജലി അയാളെ നോക്കുന്ന നോട്ടം സന്തോഷത്തോടെയാണോ? അല്ല. അത്രയേ ഉള്ളൂ. വിവേചനങ്ങൾ അനുഭവത്തിൻ്റെ ഭാഗമാണ്. അത് ഈടുവയ്ക്കും. അത് നിരന്തരമായി ഗീതാഞ്ജലി മറ്റേ കൂട്ടുകാരിക്കും ഇങ്ങനെ ഒരെണ്ണേ കൊടുത്തുള്ളൂ, മറ്റവൾക്കും അത്രേ കൊടുത്തുള്ളൂ, മറ്റവന് 3 എണ്ണം, അതിൻ്റെ അപ്പുറത്തവന് 3 എണ്ണം എന്ന് കാണുമ്പോൾ ഗീതാഞ്ജലി പുരുഷാധിപത്യത്തെ വിമർശിക്കുമോ ഇല്ലയോ? ഇത്രയേ ഉള്ളൂ. അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. മനസ്സിലാകുമ്പോൾ മാത്രമേ നമ്മുടെ അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് വരുന്ന എഴുത്തിലേക്ക് അത് ഉൾച്ചേരുകയുള്ളൂ. അതുകൊണ്ട് തുറന്നെഴുത്ത് ആണിനും പെണ്ണിനും വ്യത്യസ്തം തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഞാനൊരു പെണ്ണിനെ, അച്ചാർ വിൽക്കാൻ വന്നൊരു പെണ്ണിനെ നോക്കി, അവളെ ഞാൻ മറന്നുപോയി ആ സംഭവമൊക്കെ. എന്തായാലും ചിദംബര സ്മരണകൾ വായിക്കൂ. അത് വായിക്കാൻ വേണ്ടി ആവേശപൂർവ്വം പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികൾ ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിച്ചെന്ന് ചോദിക്കുമ്പോൾ അവർ ചിദംബര സ്മരണ വായിച്ചു, വീണ്ടും വായിച്ചു. അവർ പറയുന്നുണ്ട് ഇതിനകത്തൊക്കെ നമുക്ക് സ്ത്രീ അനുഭവമാണോ വായിക്കുന്നത്, ഒരു പുരുഷൻ്റെ അനുഭവമാണ്. അയാൾക്ക് ധൈര്യപൂർവ്വം എഴുതാൻ പറ്റി. മനസ്സിലായോ? ധൈര്യപൂർവ്വം എഴുതാൻ പറ്റി. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു, പ്രധാനപ്പെട്ട കവിയാണ് മലയാളത്തിലെ, നല്ല ഒറേറ്ററുമാണ്, നല്ല അറിവുള്ള ആളുമാണ്, ഈ കോളേജിൽ പഠിച്ച ആളാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ പറയട്ടെ, ഇത് എനിക്ക് പറ്റില്ല, ഞാനാണ് അച്ചാർ വിൽക്കാൻ പോണ പെൺകുട്ടി എന്നാണ് എനിക്ക് തോന്നിയത്.
അയാൾ അങ്ങനെ അച്ചാർ വിൽക്കാൻ പോകുന്നൊരു പെൺകുട്ടി ഒരു വിഷമം തുറന്നെഴുതുമ്പോൾ അത് തുറന്നെഴുത്ത് അതിൻ്റെ ഷോക്കിങ് ഈ അനുഭവത്തിന് ഇല്ലല്ലോ, ഇല്ലേ? അങ്ങനെ നിരവധി തരത്തിൽ നമ്മൾ എങ്ങനെയാണ് അനുഭവങ്ങളോട് താതാത്മ്യപ്പെടുന്നത് എന്നുള്ളതാണ് വായനക്കാരിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതികരണം വരിക. അപ്പോൾ ഇത്തരം അനുഭവങ്ങളോട് നിരവധിയായി വരുന്ന സ്ത്രീ അനുഭവങ്ങൾ, ഇപ്പോൾ ഈ കരണം പൊട്ടി മുളക് പറിക്കാൻ ഇറങ്ങിപ്പോയ ആ പെൺകുട്ടിയുടെ അനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ കരണം പൊട്ടി മുളക് പറിക്കാൻ ഒരു തട്ടുതട്ടായി കിടക്കുന്ന ഭൂമി ഒരിക്കലും എൻ്റെ വീടിൻ്റെ അടുത്തോ എൻ്റെ അനുഭവത്തിലും ഇല്ല. പക്ഷേ അത് ഞാൻ അനുഭവിച്ചു എന്നുള്ളതാണ്. അത് ഓർക്കാൻ പറ്റില്ല, ആ കഥ വായിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം. അങ്ങനെ നമുക്കത് താതാത്മ്യപ്പെടാനായിട്ടുള്ളതാണ് നമ്മുടെ ഈ വൈകാരിക ലോകം. അതുകൊണ്ടും കൂടിയാണ് നമ്മളതിനെ ഒപ്പിയെടുക്കണത്, അല്ലേ? അങ്ങനെയാണ് തോന്നുന്നത്. രണ്ടാമത്തെ ചോദ്യം ഗീതാഞ്ജലി ചോദിച്ചത് എന്തായിരുന്നു? അതെ അതെന്താണെന്ന് വെച്ചാൽ ഇത്തരം സൈദ്ധാന്തിക പരികല്പനകൾ നിശ്ചയമായിട്ടും നമുക്ക് വകതിരിച്ചു പിടിക്കേണ്ടതുണ്ട്. എഴുത്തിനെ മാത്രമായി വിലയിരുത്തിയാൽ പോരെ പെണ്ണെഴുത്തുകാർ ആണെഴുത്തുകാരെന്ന് എന്തിനാണ് പറയുന്നതെന്ന്. അത് അനുഭവങ്ങളുമായി ചേർന്ന അനുഭവങ്ങളുടെ ഉറവിടം എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ എഴുത്തുകാരെന്ന് പൊതുവേ പറയലാണ് ശരിക്ക് പറഞ്ഞാൽ. കാരണം അതിനകത്ത് ഒരു സ്ത്രീ എഴുത്തുകാരി എന്നോ ഒന്നും പറയേണ്ടതില്ല. ഇപ്പം നമ്മളൊരു ചരിത്ര പുസ്തകം എടുക്കുകയാണെങ്കിൽ ചരിത്രകാരന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു എന്നാ വേണം, ചരിത്രകാരർ എന്ന് പറഞ്ഞുകൂടെ? കാരണം ഞാൻ വായിക്കുന്ന മിക്കവാറും ഒക്കെ ചരിത്രകൃതികൾ എഴുതിയത് സ്ത്രീകളാണ്. ഇപ്പോൾ റൊമീല ഥാപ്പർ ചരിത്രകാരിയാണ്, അല്ലേ? ഇർഫാൻ ഹബീബ് ചരിത്രകാരനാണ്. രണ്ടുപേരെയും കൂടി ചേർത്ത് പറയേണ്ട സന്ദർഭത്തിൽ ചരിത്രകാരർ എന്ന് പറഞ്ഞാൽ മതി. മലയാളത്തിൽ അത്തരം നിരപേക്ഷമായ വാക്കുകൾ രൂപീകൃതമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കവിത ബാലകൃഷ്ണൻ എഴുതുമ്പോൾ എപ്പോഴും ഇവിടെ വരേണ്ടിയിരുന്ന ആളാണ് കവിത ബാലകൃഷ്ണൻ. ചിത്രകാരികൾ എന്നുള്ളതും ചിത്രകാരന്മാർ എന്നുള്ളതും ചേർത്ത് ചിത്രകാരർ എന്നാണ് പറയാറുള്ളത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ചരിത്രകാരർ എന്ന് തന്നെയാണ് എഴുതാറുള്ളത്. അത് മതി. എന്താ ഈ സ്ത്രീയെയും കൂടി ഉൾപ്പെടുത്തി നമ്മൾ പരിചിതമായ വാക്ക് കാരന്മാരാണ്. കാരികൾ എന്ന് പറയുമ്പോൾ ഗീതാഞ്ജലിയെ പോലത്തെ ആളുകൾക്ക് അതിലൊരു അനൗചിത്യം തോന്നുന്നു. രണ്ടും കൂടി ചേർത്തിട്ട് കാരർ എന്ന് പറയാം, പുതിയ വാക്കുണ്ടാക്കാമല്ലോ. ശരി. ഇപ്പോൾ കുറച്ച് മുമ്പ് ഉഷ ടീച്ചർ പറഞ്ഞിരുന്നു, ലീലാവതി ടീച്ചർ പറഞ്ഞത് എഴുത്തിന് ലിംഗമില്ല എന്ന് പറഞ്ഞത്. അതേപോലെ എഴുത്തിന് ലിംഗമുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും. മലയാള സാഹിത്യ വിമർശനത്തിൽ ലീലാവതി ടീച്ചറുടെ പേരില്ല. ചെറുകഥ ഇന്നലെ ഇന്ന് എന്നുള്ള പുസ്തകത്തിൽ കെ സരസ്വതി അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് ആലോചിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും എഴുത്തിന് ലിംഗമുണ്ടെന്ന്. CP അച്യുതമേനോൻ സ്ത്രീജാതിയിലെ തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്നൊക്കെ തൊട്ടക്കാട്ടി കവമ്മയെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷെ അത് അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് കുടുംബിനി എന്നുള്ള യശസ് പോരാഞ്ഞ് സാഹിത്യത്തിലും കൂടി അവരുടെ സാമർഥ്യം കാണിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരോട് ഒരു ആർദ്രതയും കാണിക്കേണ്ട എന്ന് വെച്ചാൽ ഒരു തരത്തിലത് പോസിറ്റീവാണ്. പെണ്ണ് എഴുതിയതാണെന്ന് പറഞ്ഞിട്ടാണ് കേരളവർമ്മ സുഭദ്രാർജുനത്തെ പ്രശംസിച്ചത്. അപ്പോൾ അങ്ങനത്തെ എഴുതിയത് ആണാണോ പെണ്ണാണോ നോക്കണ്ട എന്നുള്ള തരത്തിൽ പോസിറ്റീവായിട്ട് എടുക്കാം. പക്ഷെ ആ ഒരു കാലത്ത് അദ്ദേഹം പറയുന്നതിൽ ഒരു അസഹിഷ്ണുത കൂടി നമുക്ക് വായിച്ചെടുക്കാം. സാഹിത്യത്തിലും കൂടി അവരുടെ സാമർഥ്യം തെളിയിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ യശസ് കുടുംബിനി എന്നുള്ള യശസ് പോരാഞ്ഞ് എന്ന് പറയുമ്പം അത് അത്ര പോസിറ്റീവായ ഒരു പരാമർശമാണോ നമുക്ക് സംശയം തോന്നും. അപ്പോൾ എനിക്ക് തോന്നുന്നു കവിതാ ബാലകൃഷ്ണൻ്റെ പുസ്തകത്തിൽ കലാകാരി എന്നുള്ള പുസ്തകത്തിൽ തന്നെ ഞാൻ തോന്നുന്നു ജൂഡി ചിക്കാഗോ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അവർ പാശ്ചാത്യ ചിത്രകലയെക്കുറിച്ചുള്ള ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അവരുടെ പ്രൊഫസർ പറയുന്നു, പാശ്ചാത്യ ചിത്രകലയിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് ഞാൻ പറയാം എന്ന് പറയുന്നു. അപ്പോൾ ഇവർ എല്ലാ ദിവസവും ഈ പ്രൊഫസർ അതിനെക്കുറിച്ച് പറയുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പക്ഷേ കോഴ്സ് തീരുന്ന ദിവസം അദ്ദേഹം വന്ന് പറയുന്നത് പാശ്ചാത്യ ചിത്രകലയിൽ സ്ത്രീകൾക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. അദ്ദേഹം ആ മുഴുവൻ സ്ത്രീകളെയും തമസ്കരിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രകോപിതയായിട്ടാണ് ജൂഡി കുറേയധികം സ്ത്രീകളെ കണ്ടെടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചരിത്രത്തിൽ നിന്ന് സ്ത്രീകളുടെ ചരിത്രം ഉഷ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ചികഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. കിളച്ചെടുക്കുക എന്നുള്ള വാക്കാണ് കവിതാ ബാലകൃഷ്ണൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിങ്ങനെ മറച്ചു വെച്ചതാണ്, അല്ലെങ്കിൽ ആരും കാണാതെ പോയതാണ്. അതിനെ നമ്മൾ കിളച്ചെടുത്തേ മതിയാവൂ. അപ്പോൾ അത്രയും കാലത്തോളം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ തുല്യ പദവി, എഴുത്തുകാർ എന്നുള്ള തുല്യ പദവിയും തുല്യ സ്റ്റാറ്റസൊക്കെ കിട്ടുന്ന കാലം വരെയും ചിലപ്പം ഈ രീതിയിലുള്ള ഇത് ആവശ്യം തന്നെയായിരിക്കും. എഴുത്തുകാരികളെ സവിശേഷമായിട്ട് തന്നെ ചിലപ്പോൾ പരിഗണിക്കേണ്ടി വരും. കാരണം അവരെപ്പോഴും ഒരു അദൃശ്യരാക്കപ്പെടുന്നവരാണ്. കാരണമില്ലാതെയും കാരണമുണ്ടായിട്ടുമൊക്കെ ഒരു ദൈക്ഷണികമായിട്ടുള്ള പോരായ്മ കൊണ്ട് നമ്മളെപ്പോഴും വെർജിനിയ വൂൾഫാണ് പറഞ്ഞത് അല്ലേ, സ്ത്രീകൾക്കിടയിൽ ഷേക്സ്പിയർ ഇല്ല,
അങ്ങനെയുള്ള ആരും ഇല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവർ പറയും. അതിന് കാരണം സ്ത്രീകൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ബുദ്ധിയില്ലാത്തതല്ല, അവസരങ്ങളില്ലാത്തത് കൊണ്ടാണ് അത് അങ്ങനെ ആയതെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ എവിടെയൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാകുന്നതിനുള്ള കാരണം അവർക്ക് ബുദ്ധിയില്ലാത്തതല്ല, അവർക്ക് തുല്യ അവസരങ്ങളില്ലാത്തതാണ്. അപ്പോൾ അവസരം എല്ലാത്തിലും തുല്യത വരുന്നത് വരെ ഈ രീതിയിലുള്ള വേർതിരിവുകൾ ചിലപ്പോൾ ആവശ്യമായിരിക്കും. ഇപ്പോൾ ക്യൂർ വിഭാഗത്തിൽ പെട്ടവർ എഴുതുമ്പോൾ നമ്മളതിനെ ക്യൂർ എഴുത്തുന്നതിനെ പറഞ്ഞിട്ട് അതിനെ പ്രത്യേകമായിട്ട് തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. നമ്മൾ അത്രയും വളരുന്ന കാലത്ത്, അത്രയും നമ്മുടെ സമൂഹം മാറുന്ന കാലത്ത് നമുക്ക് എഴുത്തുകാർ എന്നൊരു കോമൺ സബ്ജക്റ്റ് മതിയാവുമായിരിക്കും. പക്ഷെ അവിടേക്ക് വളരാൻ നമ്മൾ ഒരുപാട് ഇനിയും നടക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ചോദ്യം, അതായത് നമ്മൾ പ്രമേയത്തിൽ ഈ പ്രാതിനിധ്യം വരുത്തുമ്പോഴേക്കും അതിനുപയോഗിക്കുന്ന ഭാഷ, അതിനുപയോഗിക്കുന്ന ഈ ഗാത്രബിംബങ്ങളും ഗൃഹബിംബങ്ങളും ഒക്കെ നമ്മൾ പല ടേമുകളുണ്ടെങ്കിലും ചില വാക്കുകൾ മാത്രമാണല്ലോ എടുത്തെഴുതുന്നത്. അത് സ്വാഭാവികമായിട്ട് വരുന്നതാണോ അതോ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ബോധപൂർവം അങ്ങനെ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ബോധപൂർവം ഉപയോഗിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ സാറാ ജോസഫിൻ്റെ കഥകളിൽ കന്യകയുടെ പുല്ലിംഗം എന്ന് പറഞ്ഞൊരു കഥയുണ്ടല്ലോ. പിന്നെ ഇക്ലോണോ മണ്ടോക്കിയിൽ കൂട്ടയോട്ടം എന്ന് പറഞ്ഞിട്ട് അതന്നെയാന്ന് തോന്നുന്നു കഥയുടെ പേര്. അപ്പോൾ ഒരർത്ഥവും ഇല്ലാത്ത ഒരു ലീല, വാക്കുകളുടെ ഒരു ലീല എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ കുട്ടി, വീട്ടിലെ പേരക്കുട്ടി പറയുന്ന, അവൻ എപ്പോഴും പറയുന്ന ഒരു ഇതെന്നാണ് ആ പേരുണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. ഇസപ്പൊള്ളും മനസ്സ് എന്നാണ് അതിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേര്. അപ്പം ഇങ്ങനെ അർത്ഥമില്ലാത്ത പേരുകൾ ഉണ്ടാക്കുക. അപ്പം ആ കഥയിൽ തന്നെ പറയുന്നുണ്ട്, ജാര എന്നുള്ള വാക്കിൻ്റെ ആണിൻ്റെ ഒളിസേവക്കാരിയുടെ പേരെന്താണ്? ജാരൻ എന്നുള്ള വാക്ക് എല്ലായിടത്തും ഉണ്ട്. ആണിൻ്റെ ഒളിസേവക്കാരിക്ക് എന്താ പറയുക എന്ന് ചോദിക്കുമ്പം അവർ ഫുൾ സെർച്ച് ചെയ്യും. എല്ലാ വെബ്സൈറ്റിലും എല്ലാത്തിലും സെർച്ച് ചെയ്യുമ്പോൾ എവിടെയും ഒരു വാക്കില്ല. ജാരൻ എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ഈ ജാര, ജാരിണി, ജാരത്തി, ജാരച്ചി എന്നൊക്കെ കുറേ വാക്കുകൾ അവരിങ്ങനെ സാധ്യതകൾ ആലോചിക്കും. അപ്പോൾ അതിനൊരു വാക്കില്ല. അതേപോലെ കന്യകയുടെ പുല്ലിംഗം എന്നുള്ള ഒരു കഥ തന്നെയുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ ബോധപൂർവമാവാം അബോധപൂർവമാവാം. വാക്കുകൾ കൊണ്ട് നമ്മളെപ്പോഴും പറയുന്നതാണ് ഭാഷ പുരുഷ നിർമ്മിതമാണ്, അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ തെറി എഴുതാനൊക്കെ നമ്മൾ പെണ്ണുങ്ങൾ പലങ്കിലും അറപ്പ് തോന്നുന്നത്. ചില കാര്യങ്ങൾ വെട്ടി തുറന്നെഴുതാൻ ഭയങ്കരമായിട്ട് മടിയും അറപ്പും വരും. അപ്പോൾ അത് നമ്മളുടെ ഭാഷയല്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല. മിക്കവാറും തെറിവാക്കുകളൊക്കെ സ്ത്രീയുടെ ശരീരവും ലൈംഗിക അവയവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതും ഒരു കാരണമാണ്. ആ വാക്ക് ഉപയോഗിക്കാൻ നമുക്ക് മടി തോരും. അപ്പോൾ അങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് ഭാഷയോട് നമുക്കൊരു അപരിചിതത്വം ഉണ്ടെന്നുള്ളതൊക്കെ ഒരു സൈദ്ധാന്തികമായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളാണ്. അത് എനിക്ക് തോന്നുന്നു എഴുത്തിലും ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവാൻ എഴുത്തുകാരികൾ അത്തരം പ്രതിസന്ധി നേരിടാൻ സാധ്യതയുണ്ട്. പക്ഷേ കൃത്രിമമായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ നിർമ്മിതമായിട്ടുള്ള വാക്കുകൾ, സ്ഥാപിതമായിട്ടുള്ള വാക്കുകളെ അപനിർമ്മിക്കുന്ന തമാശകൾ, തമാശയല്ല അത് ശരിക്കും ഭയങ്കര പൊളിറ്റിക്കലുമാണ്. സരസ്വതി അമ്മയുടെ കഥയിൽ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വാക്കിനെ അസ്പണ്ടം എന്ന് അവരുപയോഗിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാണ് പറയുമ്പോൾ അസ്പണ്ടം എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നുള്ളൊരു വാക്കിന് ഉള്ളൊരു അർത്ഥവും ഗൗരവവും അതിൻ്റെ ഒരു ആധികാരികത, അധികാരം, അതിനെയൊക്കെ ഇങ്ങനെ അസ്പണ്ടം എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അതിനെ തകർത്ത് കളയുന്നത് എനിക്ക് സരസ്വതി അമ്മ അത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ആരാധനയുള്ള ഒരു എഴുത്തുകാരിയാണ്. അവർ ഏത് കാലത്താണ് അങ്ങനെ എഴുതിയതെന്ന് നമുക്ക് ആലോചിക്കുമ്പം അതിശയം തോന്നിപ്പോവും. നമ്മൾ ഫെമിനിസം ഒന്നും അറിയുന്ന കാലത്തല്ല അവർ ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ സ്പോർട്സ്മാൻ എന്നുള്ള വാക്കിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, സ്പോർട്സ് വിമൺ എന്ന വാക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. പ്രിയ എസിൻ്റെ ഒരു കഥയിലും പറയുന്നുണ്ട്. വീട്ടമ്മ എന്നുള്ള വാക്ക് വളരെ കോമൺ ആണ്. വീട്ടച്ഛൻ എന്നൊരു വാക്ക് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? കാരണം ആണുങ്ങൾ വീട്ടിലിരിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ പെണ്ണുങ്ങളെ വീട്ടിലടക്കിയിരുത് അല്ലെങ്കിൽ അവരുടെ ധർമ്മങ്ങൾ, കുലധർമ്മങ്ങൾ പാലിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് നമ്മളുടെ സമൂഹത്തിലും സാഹിത്യത്തിലും ഒക്കെ ഉള്ളത്. അപ്പോൾ ബോധപൂർവം തന്നെ അതിനെ അതിലംഘിക്കുന്ന അപനിർമ്മിക്കുന്ന വാക്കുകൾ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. സാര ടീച്ചറുടെ പല കഥാപാത്രങ്ങളുടെയും പേര് മുതൽ തലക്കെട്ട് മുതൽ ഇപ്പോൾ കന്യകയുടെ പുല്ലിംഗം പോലത്തെ കഥകൾക്ക് പേരിടുന്നത് ആ തലക്കെട്ട് മുതൽ, അതേപോലെ കഥാപാത്രങ്ങൾ ചില ലളിത എന്നുള്ളൊരു പേര്, ആ പേരല്ലായിരുന്നുവെങ്കിൽ ആ കഥയ്ക്ക് വളരെ ഒരു പ്രത്യേക മാനം നഷ്ടപ്പെടുമായിരുന്നു. ആ കഥയ്ക്ക് മുടിത്തെയ്യത്തിലെ ലളിത എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ മറ്റൊരു വിളിപ്പേരും കൂടിയാണ്. അപ്പം അത് തദ്ദേശീയമായിട്ടുള്ള ആ പ്രാദേശിക നാടൻ പേരുകളെ തിരഞ്ഞെടുത്ത് ഒരു കഥാപാത്രത്തിൻ്റെ പേര് സനാതനൻ, പിന്നെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് പുരുഷോത്തമൻ,
ഇങ്ങനെ ആ പേരുകളൊക്കെ വരുന്നതോടുകൂടി അതിൻ്റെ എല്ലാത്തരം രാഷ്ട്രീയവും ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ നിർണ്ണയിക്കുന്ന രാഷ്ട്രീയവും കൂടി അതിൽ ഉൾച്ചേർന്നിരിപ്പുണ്ട്. അതാണ് ആ ഭാഷയ്ക്കകത്ത്. ഇപ്പോൾ സാറ് ടീച്ചർ വളരെ കൃത്യമായിട്ട്, ടീച്ചർ വളരെ ശക്തമായിട്ട് പ്രഭാഷണ വേദികളിലൊക്കെ ഈ പെണ്ണ്, എൻ്റെ പെണ്ണ് പെറ്റു എന്ന് പറയാൻ ഇപ്പോൾ ആളുകൾക്ക് പ്രശ്നമാണ്. വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞു എന്ന് പറയാനാണ് ഇഷ്ടം. അപ്പം മലയാളത്തിൻ്റെ ഒരു തദ്ദേശീയ നാടൻ പ്രാദേശിക ചുവയുള്ള മലയാളത്തെ ആലാഹയുടെ പെൺമക്കളിൽ ഇഷ്ടം പോലെ ഭാഷയുടെ ഒരു ലീല തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇതൊക്കെ എഴുത്തുകാരികളുടെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന സംഗതി തന്നെയാണ്. മാധവിക്കുട്ടി 37ാമത്തെ വയസ്സിലാണ് എൻ്റെ കഥ എഴുതുന്നത്. അത് തുറന്നെഴുത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ ഇവർ ബോംബെയിൽ അസുഖബാധിതയായിട്ട് കിടക്കുമ്പോഴാണ് എൻ്റെ കഥ എഴുതിയത് എന്ന് വായിച്ചിട്ടുണ്ട്. അപ്പം അവർ ധൈര്യം സംഭരിച്ചാണ് എഴുതുന്നത്. അവർ വേറൊരു സന്ദർഭത്തിൽ അവർ പറയുന്നത്, എൻ്റെ മക്കൾക്ക് നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാനും നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനും ഞാൻ എനിക്ക് തോന്നിയ പോലെ ഒക്കെ എഴുതിയെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ എഴുത്ത് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ സരസ്വതി അമ്മയുടെ കഥകളെക്കുറിച്ച് പറഞ്ഞു. ഉഷകുമാരി ടീച്ചർ വളരെ അവരുടെ പ്രമേയങ്ങളൊക്കെ വളരെ രസകരമാണ്. നർമ്മം, ഈ പറഞ്ഞ നർമ്മത്തിൽ പൊതിഞ്ഞിട്ടാണ് അവർ സ്വാതന്ത്ര്യ വാദങ്ങളൊക്കെ വെക്കുന്നത്. കുടുംബത്തെയും വിവാഹത്തെയാണ് അവരെപ്പോഴും പ്രശ്നവൽക്കരിക്കുന്നത്. അപ്പം അത്തരം തുടർച്ചകളാണ് വരേണ്ടത്. അതിനുള്ള ശ്രമങ്ങളാണ് ഞങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് പറയുന്നത്. പിന്നെ പറയാനുള്ളത്, അമ്മ ഒരു കാൽപ്പനിക കവിതയല്ല എന്നൊരു കവിത. അതിലുള്ള ഒരു അമ്മയെ ഞാൻ അവതരിപ്പിക്കുന്നത് ഈ പറഞ്ഞ കർത്തൃത്വമുള്ളൊരു സ്ത്രീയായിട്ടാണ്. ഒരു അടുക്കളയിലല്ല, വീട്ടിനകത്തുള്ളൊരു സ്ത്രീയല്ല. അവർ ബസ്സിൽ പോകുമ്പോൾ ആണുങ്ങൾ തിക്കിത്തിരക്കി വന്നപ്പോൾ വലിയ വഴക്കിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ ഒരു ഇടപെടലുണ്ടല്ലോ, സാമൂഹ്യ ഇടപെടലുകൾ ഒക്കെയാണ് ഞാൻ ആ കവിതയിൽ അവതരിപ്പിച്ചത്. അതിൽ അവർ ദളിത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തന്നെ പറയുന്നുണ്ട്. ആ അമ്മ പറയുന്നത്, വീട് പണി നടക്കുമ്പം അയൽവക്കക്കാർ വരും, ഈ പണിക്കാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ വരുന്നതാണെന്നാണ് എൻ്റെ മദർ ഇൻ ലോയുടെ ഒരു ഭാഷയാണ്. അവരുടെ സംസാരം തന്നെയാണ് ഞാനത് കവിതയാക്കി മാറ്റിയത്. അത് വളരെ വ്യത്യസ്തമായിട്ടാണ്. മലയാള കവിതയിൽ അന്ന് വരെ ഇല്ലാത്തൊരു അമ്മയാണ് ഞാൻ അന്നേരം അവതരിപ്പിച്ചത്. ഈ പറയുന്ന തുളസിത്തറ ചുറ്റി നടക്കുന്നതോ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നതോ, വ്രതം നോൽക്കുന്നതോ, അല്ലെങ്കിൽ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെയുള്ള പലതരത്തിലുള്ള സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റേഡിയോയിൽ സംസ്കൃത വാർത്ത കേൾക്കുമ്പോൾ അത് പൂട്ടി വെക്കാൻ പറഞ്ഞ് അമ്മ പണിക്കിറങ്ങുന്നു. അവർ പെട്ടെന്ന് കർത്തൃത്വത്തിലേക്ക് വരികയാണ്. ഈ സംസ്കൃതമൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു ഇറങ്ങിപ്പോക്ക്. അപ്പം അത്തരം കവിതകൾ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. മുൻപേ പറക്കുന്നവൾ എന്ന് പറയുന്ന ഒരു കവിതയുണ്ടല്ലോ വിജിലയുടെ, ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. അപ്പോൾ അതിൽ എൻ്റെ അമ്മയ്ക്ക് എന്നേക്കാൾ നന്നായി മിക്സിയും അതുപോലെ ഗ്രൈൻഡറും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ അറിയാം. കാരണം അവൾ മാധവിക്കുട്ടി, മലയാള സാഹിത്യ ചരിത്രത്തിനോട് തന്നെയുള്ള നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു അള്ളുവെപ്പാണ്. അതിൽ അവർ മാധവിക്കുട്ടിയുടെയോ അല്ലെങ്കിൽ MTയുടെയോ കഥകളിലെ വേലക്കാരിയാണ് എന്ന്, വലിയ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറയുന്ന മുൻപേ പറക്കുന്നവൾ എന്ന് പറയുന്ന കവിത. അപ്പം ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട, വളരെ രാഷ്ട്രീയമായി ഉന്നയിക്കാവുന്ന കവിതകൾ തന്നെയാണ് വിജിലയുടേത്. ഇനി എന്തെങ്കിലും സദസ്സിൽ നിന്ന് ചോദ്യങ്ങളുണ്ടോ? എന്നെ ഇവിടെ ആകർഷിച്ചത് തീർച്ചയായും ഉഷയും ഞാനും മഹാരാജാസ് നിന്ന് പിരിഞ്ഞെങ്കിലും ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പലതിൻ്റെയും ഒക്കെ വിശദീകരണം ഒന്ന് പറഞ്ഞു തരുമെന്ന് ഞാൻ ഉഷയോട് ചോദിക്കാറുണ്ട്. പിന്നെ പൊതുവെ എനിക്ക് ഇഷ്ടപ്പെട്ട ജാനർ എന്ന് പറയുന്നത് എനിക്ക് ഫിക്ഷനിൽ തന്നെ നോവലുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വായനയുടെ കൂടുതൽ സമയം നോവലുകൾക്ക് പോകുന്നുണ്ട്. ഇന്ന് വിജിലയ്ക്ക് ഞാൻ ആദ്യമേ അഭിനന്ദനം മാത്രമേ പറയുന്നുള്ളൂ, മറ്റ് കാവ്യലോകത്തേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ നോവലുകളിലേക്ക് കടക്കുമ്പോൾ ഞാൻ ജിസയെ ഒരു സ്ഥലത്ത് ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്.
ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ ഗീതാഞ്ജലിയും MA സ്റ്റുഡൻ്റാണോ ഇവിടെ ഉദ്ദേശിച്ചതുമായി ചോദിച്ചതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. എന്തുകൊണ്ട് പുരുഷൻ എഴുതുമ്പോൾ തുറന്നെഴുതുമ്പോൾ ഉണ്ടാവാത്ത പ്രശ്നം സ്ത്രീ എഴുതുമ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളത് എൻ്റെയും ഒരു വർഷം മുമ്പുണ്ടായ എൻ്റെ ഒരു അനുഭവ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. 2019 കോവിഡിന് തൊട്ട് മുമ്പ് എൻ്റെ കയ്യിലെത്തിയ പ്രസിദ്ധീകരിച്ച അധികം വൈകാതെ തന്നെ എത്തിയ 3 പുസ്തകങ്ങളാണ് സൂസന്നയുടെ ഗ്രന്ഥപുരിയും സമുദ്രശിലകളും കല്യാണിയും ദാക്ഷായണിയുടെയും എന്ന് പേരായ 2 സ്ത്രീകളുടെ കഥ എന്നുള്ള 3 പുസ്തകങ്ങൾ. അത് കോവിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ട് 3ഉം വായിച്ചു തീർത്തു. പക്ഷേ സമുദ്രശിലയ്ക്ക് അവാർഡ് കിട്ടി, പിന്നെ സൂസന്നയുടെ ഗ്രന്ഥപുരിക്ക് അവാർഡ് കിട്ടി, കല്യാണിക്കും ദാക്ഷായണിക്കും മാത്രം പരിഗണിക്കുന്നില്ല. 2019 ആ നോവൽ ഇറങ്ങുന്നത്. എന്നിട്ട് 2021 ജൂണിൽ ഞാനും മോനുമായിട്ട് പലപ്പോഴും വായനകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ എങ്ങാനും അതിൻ്റെ ഒരു ജഡ്ജാക്കിയിരുന്നെങ്കിൽ ഞാൻ രാജശ്രീക്ക് അവാർഡ് കൊടുത്തേനെ എന്നൊരു ജൂലൈ, ഞാൻ കൃത്യം ഡേറ്റ് വരെ ഓർക്കുന്നുണ്ട്, ഒരു ജൂലൈ 26-നാണ് ഞാനത് പറഞ്ഞത്. പിറ്റേ ദിവസം ജൂലൈ 27-ന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2021 രാജശ്രീക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ FB ഉപയോഗിക്കാറില്ല. അതിനുള്ള പ്രധാന കാരണം ഞാനൊരു നെറ്റിസൺ ഇല്ലിറ്ററേറ്റാണ്, എനിക്കധികമൊന്നും അറിയില്ല. പിന്നെ ഒരു മലർന്നു കിടന്ന തുപ്പലാണ് FB എന്നാണ് എൻ്റെ ഒരു പക്ഷം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പരിക്കേൽക്കാതെ അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു FBയിൽ പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ കല്യാണി ദാക്ഷായണിക്ക് അവാർഡ് കിട്ടിയതിൽ രാജശ്രീയെ പ്രകീർത്തിച്ചുകൊണ്ട് ആ നോവലിനെ കുറിച്ച്, അതിൻ്റെ ഭാഷ, ഭാവന, ആഖ്യാനം, ഈ 3 തരത്തിലും വളരെയധികം ലെയറുള്ളൊരു പുസ്തകമാണ്. അത് വൈകിയാണെങ്കിലും അത് പരിഗണിക്കപ്പെട്ടത് സന്തോഷം. ഒരു പോസ്റ്റേ ഉദ്ദേശിച്ചുള്ളൂ. എനിക്ക് വാസ്തവത്തിൽ അതിലൊന്നും ടൈപ്പ് ചെയ്യാൻ പോലും അറിയില്ല. അവസാനം ഇതെന്താ ചെയ്യേണ്ട മോനെ എന്നൊക്കെ മോനോട് ചോദിച്ചിട്ടാണ് അത് ഇങ്ങനെ അങ്ങോട്ടയക്കും ഇങ്ങോട്ടയക്കും എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ FBയിൽ എപ്പോഴും എഴുതുന്ന ആളാണ്, കവിയാണ്, എനിക്കറിയാം, എൻ്റെ ഒരു പ്രിയ ശിഷ്യൻ തന്നെയാണ്. ആദ്യത്തെ പ്രതികരണം, ടീച്ചർ എന്തിന് ഈ അധമ സാഹിത്യം ടീച്ചർ എഴുതുന്നു? ഇത് അധമ സാഹിത്യമാണ്. ടീച്ചർ കുഞ്ഞാമ്മൻ്റെ എതിരിനെ കുറിച്ച് എഴുത് എന്ന ആദ്യത്തെ പോസ്റ്റിലിട്ടു. എൻ്റെ പ്രിയ ശിഷ്യനാണെങ്കിലും ഞാൻ അതുപോലെയുള്ള മനോഭാവക്കാർക്ക് അങ്ങനെയല്ല. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു അതേ വർഷം തന്നെയാണ്, അതേ കൂട്ടത്തിൽ തന്നെയാണ് ഷെയർ ചെയ്തുകൊണ്ടാണ് ആ വർഷം വിനോയ് തോമസിൻ്റെ പുറ്റിന് അവാർഡ് കിട്ടുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡിന് നോവലിന് പകുത്തു കൊടുത്തൊരു വർഷമാണ്. എന്നിട്ട് വിനോയ് തോമസിൻ്റെ അതിനകത്ത് മീശ മുതൽക്ക് പല പേജുകളും പറയുന്ന അതുപോലത്തെ പലതും ഉണ്ടായിട്ടും പക്ഷേ രാജശ്രീയുടെ സാഹിത്യത്തെ അധമ സാഹിത്യമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അല്ല, അത് ഭാഷ, ഭാവന, ആഖ്യാനത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ FB പോസ്റ്റുകൾ രാജശ്രീ ഇട്ടതുപോലെ തന്നെ ഒന്നരാടം ഒരു ദിവസം എഴുതും, അത് ടെക്സ്റ്റ് ചെയ്യാനാണ് എനിക്ക് അതിനേക്കാളും സമയം എടുക്കുന്നത്. അങ്ങനെ ഞാൻ 33 പോസ്റ്റുകൾ ഞാൻ ജീവിതത്തിൽ ആദ്യം എൻ്റെ FBയിൽ എൻ്റെ ഫോട്ടോ ഉണ്ടാവില്ല, ഒരു ആളും ഉണ്ടാവില്ല, എൻ്റെ ഇത് മാത്രമാണ് എൻ്റെ കിടക്കുന്നത്. അതാ 33 പോസ്റ്റിൽ ഞാനിതിവിടെ പറയാൻ കാരണം എൻ്റെ കാര്യം പറയാനായിട്ടല്ല. 14ാമത്തെ എൻ്റെ എപ്പിസോഡിൽ ഞാൻ അന്ന് ഞാൻ ജിസ്സയെ കണ്ടിട്ടില്ല, ആനന്ദഭാരം വായിച്ചു കഴിഞ്ഞ സമയം. അന്നേരം ഞാൻ 14ാമത്തെ എപ്പിസോഡിൽ അതിൻ്റെ ഞാൻ കൊടുത്ത ടൈറ്റിൽ, അത് രാജശ്രീയുടെ കടമെടുത്ത വാക്ക് തന്നെയാണ്, പുരയ്ക്ക് നേരെ ചാഞ്ഞ മരം എന്നാണ് ആ എപ്പിസോഡിന് ഞാനിട്ട പേര്. അതിൽ ജിസ ജോസിൻ്റെ അല്ലെങ്കിൽ തന്നെ ജീവിതം നഷ്ടങ്ങളുടെ കൂടാണ്, കൂടുതൽ നഷ്ടം അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കാതിരിക്കുകയെങ്കിലും ചെയ്യണമല്ലോ. ജിസയ്ക്ക് അറിയുന്നുണ്ടാവും അത് ഏത് സന്ദർഭത്തിലാണ്. അത് ഞാൻ ഒരാളുടെയും എൻ്റേതാണെന്നും പറഞ്ഞ് ഞാൻ എട്ടുകാലി മമ്മുഞ്ഞാവാറില്ല. അത് ഇന്ന ആളുടേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ജിസ ജോസ് ആനന്ദഭാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ അത് കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ അവിടെ അത് എഴുതിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത്തരത്തിൽ
രാജശ്രീയുടെ ആ പുസ്തകത്തെ അധമസാഹിത്യം വന്ന് സ്ത്രീ എഴുതുമ്പോൾ എങ്ങനെയാണ്, ഞാൻ അധികവും ഭാഷയിലാണ് കൂടുതലും ഇവിടെ എന്തുകൊണ്ട് തെറിവാക്കുകൾ സമൂഹത്തിലുണ്ടായി, അത് ഉപയോഗിക്കുന്നത് കൊണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ഈ അശ്ലീലമാണെന്ന് പറയും. ഇതേപോലെ തന്നെ ടീച്ചർ ഈ പുസ്തകം അധമസാഹിത്യത്തിലാണ്, ടീച്ചർ ഇത് എഴുതരുത്, എതിരിനെ കുറിച്ച് എഴുതൂ എന്ന് പറഞ്ഞ അവരുടെ തന്നെ വേറൊരു FB പോസ്റ്റിൽ ഞങ്ങൾ തിക്കുറിശിയുടെ പാരടി കഥകൾ രാത്രി 4 മണിക്കൂറോളം ഉറക്കമൊഴിഞ്ഞ് കേൾക്കാറുണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് പുരുഷൻ ഷെയർ ചെയ്യുമ്പോൾ മാത്രം അത് അശ്ലീലത്തെ ആഘോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു, സ്ത്രീ എഴുതുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഭർസനം? എനിക്ക് തോന്നുന്നു വിനോയ് തോമസിനേക്കാളും കൂടുതൽ ഭർസനം രാജശ്രീക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ആ എപ്പിസോഡിന് കൊടുത്ത പേര് തന്നെയാണ് പുരയ്ക്ക് നേരെ ചാഞ്ഞ മരം. അത് തന്നെയാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ള, നമ്മൾ ഇന്ന് ഈ ഉച്ചയ്ക്ക് കൂടിയിട്ടുള്ള, അതായത് ആൺ സമൂഹത്തിൻ്റെ നേർക്ക് മരങ്ങൾ ചാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ പൊതു മനോഭാവം പുരയ്ക്ക് നേരെ ചാഞ്ഞ മരങ്ങൾ അത് എത്ര ഫലം തരുന്നതാണെങ്കിലും വെട്ടിക്കളയണം എന്നാണ് പറയുക. അങ്ങനെ വെട്ടിക്കളഞ്ഞുകൊണ്ടേ ഇരുന്നാലും നമ്മൾ കല്യാണി ദാക്ഷായണിയത്തെ പോലെ ചെമ്പകത്തെ പോലെ പൂത്തുലഞ്ഞങ്ങ് നിൽക്കണം. ഞാൻ ആ ഭാഷയ്ക്ക് ഒരു പേര് തന്നെ പെട്ടിരിക്കുന്നുണ്ട്, കുന്തളിച്ച ഭാഷ. ഭാഷ കുന്തളിച്ച് കിടക്കുകയാണ്. അതിനെക്കുറിച്ച് പുരോഗമന കലാ സാഹിത്യ സംഘടനക്കാരെന്നെ ഒരു ആ വർഷത്തെ ഒരു ഓൺലൈനായിരുന്നല്ലോ, ടോക്കന് വിളിച്ചപ്പോൾ ടീച്ചർ ഒന്ന് വരണം, ഏത് പുസ്തകം? എനിക്ക് സംശയിക്കേണ്ടി വന്നില്ല. ഞാൻ 7-8 തവണ വായിച്ചിട്ടുണ്ട് കല്യാണി ദാക്ഷ. ഞാൻ പറഞ്ഞു രാജശ്രീയുടെ പുസ്തകം എടുക്കുക. അപ്പം അങ്ങനെ ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് ചർച്ച കഴിഞ്ഞ അപ്പം തന്നെ അതിലത്തെ ഒരാൾ പറഞ്ഞു, ടീച്ചറേ ഇതിൻ്റെ അപ്പുറമാണ് അതേണ്ട ലിജ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു പുസ്തകം സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ചുരുളി എന്ന്. അപ്പോൾ ഇന്ന് മലയാളത്തിൽ അശ്ലീലം എന്നുള്ളതിന് യൂഫിമസ്റ്റിക്കായിട്ട് ഒരു ശ്ലിഷ്ടോക്തിയായിട്ട് ലിംഗ്വിസ്റ്റിക്സ് പഠിപ്പിക്കുന്നവർക്ക് അറിയാം, യൂഫിമസ്റ്റിക് വാക്കായിട്ട് ചുരുളി എന്നുള്ള ഒരു പദം തന്നെ അങ്ങനെ ആയി മാറിയിരിക്കുന്നു. അപ്പോൾ അത് ആ ഒരു കുന്തളിച്ച് കിടക്കുന്ന ഭാഷ സ്ത്രീകൾ പെരുമാറുമ്പോൾ അങ്ങനെ വരുന്നു ഉള്ളത് അത് പ്രത്യക്ഷമായ സംഭവമാണ്. പല പുസ്തകങ്ങളും ഷീല ടോമിയുടെ ഒക്കെ പുസ്തകങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഷീല ടോമിയുടെ വല്ലിയും പിന്നെ ആ നദിയോട് പേര് ചോദിക്കരുത് എന്നൊക്കെയുള്ള പുസ്തകങ്ങളുണ്ട്. പക്ഷേ ഷീല ടോമിയൊന്നും നേരവണ്ണം വായിച്ചിട്ടില്ല, വായിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇത്. അപ്പോൾ ഇത്തരത്തിൽ ഭാഷയെയും ആ സാഹിത്യത്തെയും ഞാൻ ഇവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് 15 വർഷമായി എങ്കിലും വീണ്ടും വീണ്ടും മഹാരാജാസ് എന്നെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. ഒരു 2-3 ആഴ്ച മുമ്പേ ഇവരെല്ലാം പറഞ്ഞിരുന്നു ഇങ്ങനൊരു സെമിനാറുണ്ട്, വരണമെന്നുള്ളത്. ഇപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം തന്നെയാണ്, ലിംഗ്വിസ്റ്റിക്സാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവിടെ ജിസ ജോസ് പറഞ്ഞ ഹസ്ബൻഡ് എന്നുള്ള വാക്ക് ശരിക്കും ഹൗസ് ബൗണ്ട് എന്നാണ്. ഹൗസ് വീടിൻ്റെ ഗൃഹസംബദ്ധനായിട്ടുള്ളവൻ, ഗാർഹിക കാര്യങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവൻ എന്നുള്ള ഹൗസ് ബൗണ്ടിൽ നിന്നാണ് ഹസ്ബൻഡ് എന്നുള്ള വാക്കിലേക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വീട്ടമ്മ, ഇന്ന് വനിതാ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വളയിട്ട കൈ എന്നുള്ളത് ഉപയോഗിക്കരുത്, വീട്ടമ്മ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. അപ്പോൾ ഇത്രയും സമയം കൂടുതൽ തന്നതിന് സന്തോഷം. മാത്രമല്ല ഇന്ന് ആറ്റു സാറിന് വരികൾ കോട്ട് ചെയ്തുകൊണ്ടാണ് പിന്നെ പറഞ്ഞത്. ആറ്റു സാറാണ് എന്നെ അടിയന്തരാവസ്ഥ കാലത്ത്, ഞാൻ MA പട്ടാമ്പിയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ വെസ്റ്റേൺ ക്രിറ്റിസിസമൊക്കെ സാറാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഈ 3 ദിവസവും ഞാനിവിടെ ഹാജര് കൊടുക്കും. വേറെ ചില ഇനാഗുറേഷനുകൾ വരെ ഞാൻ നാളെ പറഞ്ഞിട്ട് ഞാനത് മാറ്റി വെച്ചു 3 ദിവസം. കാരണം നാളെ വരുന്ന ബിബിൻ ചന്ദ്രൻ എൻ്റെ സ്റ്റുഡൻ്റാണ്, മറ്റന്നാൾ വരുന്ന സാറ ജോസഫ് എൻ്റെ റൂംമേറ്റാണ്. ഞങ്ങൾ ഒന്നിച്ച് സർവീസിൽ കയറിയതാണ്, ഞങ്ങൾ ഹോസ്റ്റൽ മേറ്റുകളാണ്. അനുതാപം പോലെയുള്ള കഥകൾ എഴുതി സാറ ജോസഫ് രാത്രി മേശപ്പുറത്ത് കവറിലിട്ട് വെക്കും. ഞാനന്ന് ഒരു ദുബായ്ക്കാരനെ കല്യാണം കഴിച്ച് നേർച്ച കോഴി പോലെ നവവധുവായി കയറിയ കാലമാണ്. ഞാൻ ദുബായ് കത്തും എഴുതി മേശപ്പുറത്ത് വെക്കും, കക്ഷി കഥകൾ. അപ്പോൾ സാറ ജോസഫിനെ ഇടയ്ക്കൊന്നൊരു തവണ കണ്ടുള്ളൂ, 45 വർഷങ്ങൾക്ക് ശേഷം ഇത്രയും അടുത്ത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 3 ദിവസം എൻ്റെ സാന്നിധ്യം ഉണ്ടാവും. എല്ലാ തരത്തിലും
എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന മഹാരാജാസിലെ മലയാള വിഭാഗത്തിലെ എല്ലാവർക്കും നന്ദി. സ്ത്രീയുടെ അതിജീവനമാണ് ജിസ ടീച്ചറിൻ്റെ അതുപോലെ തന്നെ വിജില ടീച്ചറിൻ്റെയും രചനകളിലുള്ളത്. അപ്പോൾ ഈ പുതിയ കാലത്തും സ്ത്രീയുടെ അതിജീവനം സങ്കീർണമാണ് എന്നതല്ലേ യാഥാർത്ഥ്യം എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്, ഫെമിനിസം, ഇക്വാലിറ്റി എന്ന് പറയുന്ന ഈ രണ്ട് പദങ്ങൾ ഒരേ സമയത്ത് പറയപ്പെടുന്നതാണ്. അപ്പോൾ പല സ്ത്രീകളും ഞാൻ ഫെമിനിസ്റ്റ് ആണ് എന്ന് തുറന്നു പറയാറുണ്ട്. അതേസമയം പുരുഷന്മാർ ഞാൻ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറയുന്നത് വളരെ വിരളമാണ്. ഒരുപക്ഷെ ഫെമിനൈൻ എന്ന് പറയുന്ന ഒരു പദം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാവാം. അപ്പോൾ ഈ ഫെമിനിസം വേണ്ട, ഇക്വാലിറ്റി വരട്ടെ എന്ന് പറയുന്ന സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? സ്ത്രീ പുരുഷ വിവേചനങ്ങളും വിവേചനത്തിൽ ഊന്നിയിട്ടുള്ള അനുഭവങ്ങളുമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അത്തരം ഒരു റിയാലിറ്റിയെ കണ്ടില്ലെന്ന് നടിച്ചിട്ട് പിന്നെ എന്താണ് നമ്മളൊരു ഉട്ടോപ്യൻ എന്ന് പറയുമല്ലോ, അതുപോലെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു സംഭവം വെക്കുകയല്ലേ വേണ്ടത്. യാഥാർത്ഥ്യത്തെ നമ്മളെപ്പോഴും അഡ്രസ്സ് ചെയ്യാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫെമിനിസത്തെ മോശമായി കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് അത് പുരുഷൻ നിർമ്മിച്ചതാണ്, പുരുഷൻ്റെ ഒരു വാദമാണത് എന്നെനിക്ക് തോന്നുന്നു. ഫെമിനിസം മോശമാണ്, ഫെമിനിച്ചി എന്നുള്ള ആക്ഷേപ പദങ്ങൾ പിന്നീടുണ്ടാകുന്നു. ഇതൊക്കെ പുരുഷ നിർമ്മിതമാണ്, ആൺ ലോകത്തിൻ്റെ ഒരു നിർമ്മിതികളാണ്. അതിനെ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്, അതിനെ അങ്ങനെ തന്നെയാണ് എന്താണ് എതിർക്കേണ്ടതും പ്രശ്നവൽക്കരിക്കേണ്ടതും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മൾ കുറേ സമയമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയം തന്നെയാണ്. സ്ത്രീ വിവേചനം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് എന്താ പറയുക, ഒരു സമൂഹത്തിൽ ആണും പെണ്ണും ഒരുപോലെ പങ്കിടുന്ന ലോകത്തിൽ സ്ത്രീകൾ അസ്വസ്ഥരാണ്. കാരണം സ്ത്രീകൾ വിവേചനം അനുഭവിക്കുന്നു, അതല്ലെങ്കിൽ അവരെ തമസ്കരിക്കപ്പെടുന്നു. അതെ അതെ. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രശ്നത്തെ നമ്മൾ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമൂഹത്തിന് വേണ്ടി ഉന്നയിക്കുന്നതും അതിൻ്റെ മേൽ സിദ്ധാന്തങ്ങൾ പണിതുയർത്തുന്നതും. അതുകൊണ്ടാണ് ഫെമിനിസം ആവശ്യമായിട്ട് വരുന്നത്. ഫെമിനിസം ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ബെൽ ഹൂക്സിൻ്റെതാണ്, വായിച്ചു നോക്കാവുന്നതാണ്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ആണുങ്ങളും ഇതേ വ്യവസ്ഥയുടെ ഇരകളാണെന്നുള്ളത്. അപ്പോൾ ഈ ആണുങ്ങൾ ഫെമിനിസ്റ്റുകളാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്യുന്ന ആണുങ്ങൾ പലരും ഉണ്ട്, പലതരത്തിലാണത്. എന്നെയൊക്കെ സംബന്ധിച്ച് ഫെമിനിസ്റ്റുകളാണെന്ന് തുറന്നു പറയുന്ന ആണുങ്ങളെക്കാൾ ഞാൻ ഫെമിനിസ്റ്റ് ഒന്നും അല്ലാന്ന് ഒരു ക്ഷമാപൂർവ്വം പറയുന്ന, അല്ലെങ്കിൽ ക്ഷമാപണപൂർവ്വം പറയുന്ന ഒരു പുരുഷനെയാണ് കുറച്ചുകൂടെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നത്തെ ഒരു ലോകത്ത് ഒരു ഗാർഹിക വ്യവസ്ഥയിലും പൊതുവിടത്തിലും ഒക്കെ തന്നെ ആൺ പെൺ വിവേചനങ്ങൾ കൃത്യമായി പരിപാലിക്കപ്പെട്ട് അത് വളരെ സാധാരണീകരിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു പുരുഷന് ഒരു ഫെമിനിസ്റ്റ് ആയിരിക്കണമെങ്കിൽ അയാൾ ചെയ്യേണ്ടുന്നതായിട്ടുള്ള ചില പ്രവർത്തികൾ തന്നെയുണ്ട്. അയാൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ള അയാളുടെ ജസ്റ്ററുകൾ പോലും, അയാളുടെ കൺപീലിയുടെ ചലനങ്ങൾ പോലും അയാൾ ഒരുപക്ഷെ അൺലേൺ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യാതെ നാഴികയ്ക്ക് 40 വട്ടം ഞാനും ഒരു ഫെമിനിസ്റ്റാണ്, ഞാൻ പ്രബന്ധങ്ങൾ എഴുതാൻ പറ്റുമായിരിക്കാം, പുസ്തകങ്ങൾ എഴുതാൻ പറ്റുമായിരിക്കാം, വളരെ നന്നായി ഒറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം ഫെമിനിസ്റ്റ് സൈക്കോളജിയിലും ലിറ്ററേച്ചറിലും ഒക്കെ. പക്ഷേ അതേസമയം ഒരാൾ ഫെമിനിസ്റ്റായി തീരണമെങ്കിൽ ശ്രീജമാഷ കൊണ്ട് പറഞ്ഞ പോലെയാണ് അത് അല്പം പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇതുവരെയുള്ള പ്രിവിലേജുകളെല്ലാം വേണ്ടാന്ന് വെക്കേണ്ടി വരും. അപ്പോൾ ഒരാൾ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഒരു പൊതുസമൂഹത്തിൽ ജീവിച്ചു പോകാൻ, കുടുംബത്തിനകത്ത് ജീവിച്ചു പോകാനൊക്കെ തന്നെ. അങ്ങനെ ഉള്ളൊരു വ്യവസ്ഥയ്ക്കെതിരെ സ്വന്തം ജീവിതത്തിൽ സ്വയം അൺലേൺ ചെയ്ത് സ്വയം നിലപാടെടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ഫെമിനിസ്റ്റ് ആയിരിക്കാൻ പറ്റുകയുള്ളൂ. ഷർമിള റഗെ എന്ന് പറയുന്നൊരു ആൾ പറഞ്ഞൊരു സ്റ്റാൻഡ് പോയിന്റ് എന്ന് പറയുന്നൊരു ആശയമുണ്ട്, അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വിശദീകരിക്കാം. അതിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത്, ഇതേ കാര്യത്തോടുള്ളൊരു റിഫ്ലക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് എന്നെപ്പോലെ പലരും ഫെമിനിസ്റ്റിൽ നിന്ന് പുറകോട്ട് പോയത്. അത് ഉത്തരവാദിത്തമേറിയിട്ടുള്ള വളരെയധികം, അവനവനോട് മാത്രമല്ല പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ്. അത് സ്വയം തിരിച്ചറിയുക എന്ന് പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു രാഷ്ട്രീയം തന്നെയാണ്, അത് മഹത്തായ കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. ചോദ്യമാണോ? എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ വായനാനുഭവത്തെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അത് ആനന്ദഭാരം എന്നൊരു പേര് കേട്ടപ്പോൾ ഞാൻ തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ഇറങ്ങി മാതൃഭൂമി ബുക്ക് സ്റ്റാളിൽ ചെന്ന് നടന്ന് പോയി വാങ്ങിച്ച് വന്നത് ഓർക്കുന്നുണ്ട്. ഞാൻ ഒറ്റ ഇരിപ്പിന് തന്നെ അത് വായിച്ചതാണ്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നത് മറ്റു പല നോവലുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അത് ജിസ ആനന്ദത്തിന് എന്തുകൊണ്ട് ഭാരം, അതായിരുന്നു എന്നെ അത്രയധികം ആകർഷിച്ചത്. പേരുകൾ അത് വളരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുന്ന പോലെ തോന്നി. അപ്പം അതിനകത്ത് കുണ്ടലകേശിനി കേശിപ്പാട്ട്, അതിനകത്ത് നിത്യ സഹായം,
ആ കഥാപാത്രമൊക്കെ ഒരു പ്രത്യേകതയിൽ നമ്മൾ പരാമർശിക്കേണ്ടതാണ് എന്ന് തോന്നി. നിത്യസഹായം പറയുന്നുണ്ട്, പാളയിൽ കിടന്ന കാലം ചത്ത് ബാല്യം ജനിക്കുന്നു, ബാല്യം ചത്ത് കൗമാരം ജനിക്കുന്നു, കൗമാരം ചത്ത് യൗവനം ജനിക്കുന്നു, യൗവനം ചത്ത് വാർദ്ധക്യം ജനിക്കുന്നു. ഒരു ജീവിതത്തിൽ തന്നെ എത്രയെത്ര ചാവുകൾ, പിന്നെ എന്തിനാണ് മരണത്തിൽ ദുഃഖിക്കുന്നത്? അയാൾ ഭീകരമായ ഒരു മരണാനുഭവത്തിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ കുറേ കൂടി നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തും വായനയും നൽകിയ ഒരു ജീവിതാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി എഴുതപ്പെട്ട ഒരു നോവൽ എന്ന രീതിയിലാണ് ഞാൻ ആനന്ദഭാരത്തെ കണ്ടത്. മാത്രമല്ല പേരുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ രത്നമേഖല, മറ്റേ താരാകേശിനി, മറ്റേ മുക്തിവാഹിനിയിലെ നീലാഭ എന്ന പേര്, വിപിനൻ എന്ന പേര്. നേരത്തെ എസ് കെ വസന്തൻ സാറും പറഞ്ഞു കാളിദാസൻ തിരഞ്ഞെടുത്ത പേരുകളൊന്നും, ആശാൻ തിരഞ്ഞെടുത്ത പേരുകളൊക്കെ അല്ലെ, മാധവി എന്ന പേര്, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇട്ടതാണെന്ന്. അതൊക്കെ അങ്ങനെ ശ്രദ്ധിച്ച് പേരിടുന്നതിലുള്ള ഒരു ശ്രദ്ധ, ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചാണ് അതിൻ്റെ ആശംസകൾ നേരുകയാണ്. പുതിയ എഴുത്ത് മാത്രമല്ല, എൻ്റെ അടുത്ത് പറയുന്നുണ്ട് വലിയ വലിയ വേദനകൾ പേറിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇല്ലാതായതും മറന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. വലിയ മുറിവുകൾ നമ്മളെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കറിക്കത്തി തട്ടി ഉണ്ടായ ആ ചെറിയ പോറൽ എങ്ങനെ ഓർക്കും എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നിത്യജീവിതത്തിൻ്റെ പരിസരത്തിൽ നിന്ന് കണ്ടെത്തുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത്, അതിനൊക്കെ ഒരു ആശംസകൾ നേരുകയാണ്. പിന്നെ വിജിലിയോട് പറയാനുള്ള ഈ മുമ്പേ പറക്കുന്നവൾ എന്ന ആ കവിത വായിച്ചതിന് ശേഷം എനിക്കത്ര മാധവിക്കുട്ടിയൊക്കെ വായിക്കുമ്പോൾ വലിയൊരു ഭാരം അനുഭവപ്പെടുകയാണ്. അത്രയും തീക്ഷ്ണതയോട് കൂടി അങ്ങനെ ആ എഴുത്തിനോടുള്ള ഈ വേലക്കാരിയുടെ ജീവിതം മറ്റൊരു അടരായിട്ട് അവർ സ്ഥാപിക്കുന്നുണ്ട്. ജാനുവമ്മ പറഞ്ഞ കഥയൊന്നും പിന്നീട് അവരുടെ ഒരു വാചക കസർത്തായിട്ട് അങ്ങനെ അവരുടെ ഒരു സാഹിത്യ പാടവം നിറഞ്ഞ കൃതിയായിട്ടൊന്നും അല്ല ഞാൻ പിന്നെ വായിക്കുന്നത്. ഈ ജാനുവമ്മ പറഞ്ഞ മാധവിക്കുട്ടിയുടെ കഥകളിലെ അമ്മയാണ് ഞാൻ എന്ന് പറയുന്ന ഒരവസ്ഥ, അതിനുശേഷം വായന മറ്റൊന്നായി മാറുകയാണ്. അങ്ങനെ ഒരു ഷോക്കിംഗ് നൽകിയ ഒരു എഴുത്ത് വിജിലയിൽ നിന്നും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതായത് ഈ ഒരു സംവാദത്തിലേക്ക് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നതിൽ വളരെയധികം സന്തോഷം. മലയാള വിഭാഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്.